ആമീൻ യാ റബ്ബൽ ആലമീൻ. ആലസ്യം വെടിഞ്ഞ് കർമ്മഗോധയിലേക്ക് എന്ന ഒരു പ്രമേയമാണിവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. ആ വിഷയം തിരഞ്ഞെടുക്കപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഒരല്പം ശാരീരിക വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ പരിപാടിയിലേക്ക് ഞാൻ എത്തിപ്പെട്ടത്. വളരെ വേണ്ടപ്പെട്ട ബന്ധുക്കളൊക്കെ പറഞ്ഞു, ഈ പരിപാടിക്ക് പകരം ആരെങ്കിലും പറഞ്ഞയച്ചാ പോരെ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പോരാ, അത് വളരെ നേരത്തെ തന്നെ തീരുമാനിച്ചൊരു പരിപാടിയാണ്. എൻ്റെ ഒരു ചെറിയ അസുഖം കൊണ്ടൊന്നും അത് മാറ്റം വരുത്തണ്ട, അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് നിശ്ചയത്തോടുകൂടെയാണ് ഇന്ന് രാവിലെ ഈ പരിപാടിക്ക് വേണ്ടി എത്തുന്നത്. ബാഹു ഇതൊരു സൽക്രമമായി സ്വീകരിക്കട്ടെ. ഒരാഴ്ച നീണ്ടുനിന്ന ഒരു ദീർഘമായ യാത്രയിലായിരുന്നു ഞങ്ങൾ. മഹാനായ സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളും അഭിനന്ദരായ ആക്കോട് മുസ്തഫ ഹുദവി അവറുകളൊക്കെ അടങ്ങുന്ന ഒരു വലിയ സംഘം ഞങ്ങൾക്ക് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ നാട്ടിലൂടെ ഫറോവയെ നേരിട്ട് കാണാനും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രമുറങ്ങുന്ന നാടിലൂടെയൊക്കെ ഒന്ന് യാത്ര ചെയ്യാനും അള്ളാഹു വലിയ സൗഭാഗ്യം തന്നു. മസ്ജിദുൽ അഖ്സായിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങളൊക്കെ ജുമുഅ നിസ്കരിച്ചു. അൽഹംദുലില്ലാഹ്. ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ഇസ്ഹാഖ് നബിയുടെയും അവരുടെ ഭാര്യ സാറ ബീവിയുടെയും യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെയും ഒക്കെ മഖാമുകൾ സിയാറത്ത് ചെയ്യാൻ അവസരം ലഭിച്ചു. അൽഹംദുലില്ലാഹ്. സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. യാത്ര കഴിഞ്ഞ ആദ്യത്തെ പരിപാടിയാണിത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാമിനോട് സംസാരിച്ചു എന്ന് പറയുന്ന തുവാ താഴ്വര, സീനാ പർവ്വതം, ഇതൊക്കെ ഇന്നും അവിടെയുണ്ട്. അള്ളാഹുവിന്റെ സംസാരം ഒരു വൃക്ഷത്തിൽ നിന്ന് കേട്ടു എന്നാണ്. ആ വൃക്ഷം 3000 കൊല്ലം പഴക്കമുള്ള ആ വൃക്ഷം പച്ചയായി അവിടെ നിലവിലുണ്ട്. അള്ളാഹുവിന്റെ തിരുപ്രകാശം എത്തിച്ചേർന്നപ്പോൾ തരിപ്പണമായി പോയി എന്ന മഹാപർവ്വതത്തിന്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയും. അങ്ങനെ വലിയ ഒരു ചരിത്രമുറങ്ങുന്ന ഒരു മണ്ണ് നമുക്ക് നേരിട്ട് കാണാൻ കഴിയുക എന്നത് അള്ളാഹു ചെയ്യുന്ന വലിയൊരു സൗഭാഗ്യമാണ്. നമ്മളെല്ലാവർക്കും ആ പുണ്യസ്ഥലങ്ങളിലൂടെയൊക്കെ ഒന്ന് ചെന്ന് നമ്മുടെ ഈമാൻ ഉറക്കാൻ അള്ളാഹു നമുക്ക് അവസരങ്ങൾ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. വിശുദ്ധ ഇസ്ലാം മതങ്ങളിൽ കേവലം ഒരു മതമല്ലെന്നും അതാണ് ശരിയായ മതമെന്നും വിശ്വസിക്കുന്നവരും പ്രബോധനം ചെയ്യുന്നവരുമാണ് നമ്മൾ. കാരണം ഇസ്ലാം ജീവിക്കുന്നത് ഐതിഹ്യങ്ങളിലോ പുരാണങ്ങളിലോ അല്ല, ചരിത്രത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലാണ്. അള്ളാഹുവിന് വേണ്ടി ദഅവത്ത് ചെയ്യാൻ ഇറങ്ങിയ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ, അവരൊക്കെ ചെയ്ത ത്യാഗം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെങ്കടൽ മുറിച്ചു കടന്ന സംഭവം നമുക്കറിയാം. എക്സോഡസ്, അഖബ ഉൾക്കടൽ ചേരുന്ന ഭാഗത്ത് മൂസാ നബി അലൈഹിസ്സലാം ബനു ഇസ്രായേലുകളെ കൊണ്ട് അവരുമായി ചെങ്കടൽ മുറിച്ചു കടന്നപ്പോ അക്കരെ പറ്റി എത്തിയ സ്ഥലം ഇന്നവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയാണ് ഉയൂൻ മൂസ എന്നറിയപ്പെടുന്ന സ്ഥലം അലൈഹിസ്സലാം. അവർക്ക് വെള്ളം ദാഹിച്ചു എന്ന് പറഞ്ഞപ്പോ ഫദുരിബ് ബിഅസ്വാക്കൽ ഹജർ, ആ പാറയിൽ അടിച്ചോളൂ മൂസാ നബിയെ, വെള്ളം കിട്ടും എന്ന് പറഞ്ഞ് ഫംഫജറത് മിൻഹു 12 ഐന, 12 അരുവികൾ പുറപ്പെട്ട സ്ഥലം ഇന്നവിടെയുണ്ട്. 2 കിണറുകൾ അതിന്റെ സാക്ഷ്യമായി അവിടെ ബാക്കിയിരിപ്പുണ്ട്. അവരൊക്കെ ചെയ്ത ത്യാഗം കാണുമ്പോഴാണ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്കുള്ളൊരു യാത്രയുണ്ട്. കേവലം 12-13 മണിക്കൂറുകൾ ബസ്സിൽ യാത്ര ചെയ്തെങ്കില ഫലസ്തീനിന്റെ ബോർഡറിലേക്ക്, ഐലാച്ചിലേക്ക് എത്തിപ്പെടുന്നത്. ആ ദൂരം ഒറ്റക്ക് ഓടി വഫറ മൂസാ നബി അലൈഹിസ്സലാം ഖായിഫൻ യതറഖബ്, ഫറോവയും ആളുകളും പിടിക്കുമോ എന്ന് പേടിച്ച് അന്ന് മഹാനവറുകൾ ഓടിച്ചെന്ന മദീനയിലേക്ക് പോകുന്ന ആ യാത്രയുടെ ദൈർഘ്യം നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ
നമുക്ക് വിശ്രമമില്ലാതെ ഒരു 12 മണിക്കൂറൊന്നും ബസ്സിലിരിക്കാൻ പറ്റില്ല. മൂസ നബി അലൈഹിസ്സലാം അതൊക്കെ എങ്ങനെ യാത്ര ചെയ്തു? വലിയ അത്ഭുതമാണ്. നമ്മുടെ കിതാബുകളിൽ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായത് ഈജിപ്തിലാണെന്നും ഈജിപ്തിന്റെ നൈൽ നദിയിൽ വളരെ ഭദ്രമായ മാർബിളിന്റെ ഒരു ഫലകത്തിലാണ്, ഒരു പേടകത്തിലാണ്, ഒരു പെട്ടിയിലാണ് നൈലിന്റെ മധ്യഭാഗത്ത് മഹാനവറുകളെ അന്ന് മറവു ചെയ്തത് എന്ന് ചരിത്രങ്ങളിലുണ്ട്. അല്ലാമ സ്വാമി തങ്ങൾ ഉദ്ധരിക്കുന്ന ചില ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. യൂസുഫ് നബി അലൈഹിസ്സലാം വഫാത്താകുമ്പോൾ എവിടെയാണ് മറവ് ചെയ്യേണ്ടത് എന്ന് ഈജിപ്തുകാർക്ക് വലിയ തർക്കമായി. യൂസുഫ് നബി വരുന്നത് കൻആനിൽ നിന്നാണ്, ജോർഡാനിന്റെ ഭാഗമായി കിടക്കുന്ന ഭാഗം. മഹാനവറുകളുടെ ബറക്കത്ത് ഞങ്ങൾ എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞ് ഈജിപ്തിലെ ഗ്രാമങ്ങൾ ഞങ്ങൾക്ക് വേണം ആ നബിയുടെ മയ്യത്ത് മറവ് ചെയ്യാൻ, ഞങ്ങൾ സ്വീകരിക്കാമെന്ന് തർക്കം കൂടിയപ്പോഴാണ് നൈലിന്റെ അക്കരയും ഇക്കരയുമുള്ള മുഴുവൻ ആളുകൾക്കും ലിതഉമ്മ ബറകതുഹാ, മഹാനവറുകളുടെ ആ പരിശുദ്ധമായ ശരീരത്തിന്റെ ബറക്കത്ത് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പറഞ്ഞ് നൈലിന്റെ മധ്യത്തിൽ മഹാനവറുകളെ മാർബിളിന്റെ പെട്ടിയിലാക്കി മറവു ചെയ്തു എന്ന് നമ്മുടെ കിതാബുകളിലുണ്ട്. ആ പേടകം 400 കൊല്ലം കഴിഞ്ഞപ്പോ മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നപ്പോ മൂസ നബി അലൈഹിസ്സലാമും അനുയായികളും ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് യാത്ര പോകുമ്പോ അല്ലാഹു തആല മൂസ നബിക്ക് വഹയി കൊടുത്തു. മൂസ നബിയെ, യൂസുഫ് നബിയുടെ ആഗ്രഹം അവരുടെ ഉപ്പയും വല്യുപ്പയും കിടക്കുന്ന ഫലസ്തീനിൽ ഖലീൽ എന്ന് പറയുന്ന, ഇന്ന് ഇസ്രായേലുകൾ ഭരിക്കുന്ന പ്രദേശമുണ്ട്, ഫലസ്തീനിന്റെ ഭാഗം. ഫലസ്തീൻ, നമ്മൾ ഫലസ്തീൻ എന്നേ പറയൂ, എന്നാൽ അത് ഇസ്രായേൽ ഭരണമാണ്, അവിടെ ജൂതന്മാരുടെ ഭരണമാണ്. ഹിബ്രോൺ, ഖലീൽ എന്നറിയപ്പെടുന്ന നാട്, അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മഖാം. മഹാനവറുകളുടെ പള്ളിയുടെ മധ്യത്തിലായി ഒരു ഗുഹക്കുള്ളിൽ സ്ഥാപിതമായ ആ മഖാം നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് ഇസ്ഹാഖ് നബി ഉള്ളത്, യാക്കൂബ് നബി ഉള്ളത്. യാക്കൂബ് നബിയാണ് യൂസുഫ് നബിയുടെ വാപ്പ, ഉപ്പയാണ്. വല്യുപ്പയാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, അവരുടെ ഉപ്പയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അവർ കിടക്കുന്ന ഖലീലിൽ, ഫലസ്തീനിൽ, അവിടെ കിടക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാമിന്. ആ ആഗ്രഹം അള്ളാഹു സാധിപ്പിക്കുന്നത് മൂസ നബിയിലൂടെയാണ്. ഈജിപ്തിൽ നിന്ന് പോരുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ആ ഒരു പേടകം പുഴയിൽ നിന്ന്, നൈൽ നദിയിൽ നിന്ന് കണ്ടെടുത്ത് ഫലസ്തീനിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹു ആജ്ഞാപിച്ചത് നമ്മുടെ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറിയില്ലായിരുന്നു എവിടെയാണ് ഖബറെന്ന്. അപ്പോഴാണ് ഫദല്ലത്ത് അലൈഹി അജൂസ്, വൃദ്ധയായ ഒരു പെണ്ണാണ് ചെന്ന് പറഞ്ഞത്, മൂസ നബിയെ, യൂസുഫ് നബിയുടെ ഖബർ കിടക്കുന്നത് പുഴയുടെ ഈ മധ്യഭാഗത്താണ്. നോക്കുമ്പോൾ അവിടെയുണ്ടായിരുന്നു. എന്റെ അത്ഭുതം, ആ പേടകവും പിടിച്ച് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ 400 കൊല്ലം മുമ്പ് മറവ് ചെയ്യപ്പെട്ട മഹാനവറുകളുടെ ആ താബൂത്തുമായി, ആ പെട്ടിയുമായി നമുക്കിന്ന് ബസ്സിൽ അല്ലെങ്കിൽ കാറിൽ 12 മണിക്കൂറോളം യാത്ര ചെയ്യേണ്ട ദൂരം ചുമലുകളിൽ വഹിച്ചു കൊണ്ടുവന്ന് ഹിബ്രോനിൽ മറവ് ചെയ്തിട്ടുണ്ട് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം. നമുക്കൊരു മയ്യത്ത് 2 കിലോമീറ്റർ അപ്പുറം നമ്മുടെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയും, ആംബുലൻസിലല്ലാതെ. ആ ഒരു ചുറ്റുപാടിൽ നിന്ന് നോക്കുമ്പോഴാണ് അമ്പിയാക്കന്മാർ ചെയ്ത യാത്രകൾ, അവർ ചെയ്ത ത്യാഗം, അവരൊക്കെ അല്ലാഹുവിന് വേണ്ടി ജീവിച്ചത്, അവരുടെയൊക്കെ ജീവിതത്തിന്റെ വിശുദ്ധി, ഇതെല്ലാം കാണുമ്പോ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ജോലി ചെയ്യുന്നു, വീടുണ്ടാക്കുന്നു, പെൺകുട്ടികളൊക്കെ കെട്ടിച്ചയക്കുന്നു, മരിച്ചു പോകുന്നു. ഇതിനാണ് നമ്മൾ വന്നത്, ഇതാണ് നമ്മുടെ ജീവിതം എന്ന് തോന്നുന്ന പോലെ. അംബിയാഇന്റെ കാൽ സ്പർശമേറ്റ പുണ്യമായൊരു യാത്രയിലൂടെ അള്ളാഹുവിന് വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. നമ്മുടെ യുവാക്കൾക്ക് നല്ല ആരോഗ്യമുണ്ട്, ഊർജ്ജസ്വലതയുണ്ട്, സൗകര്യങ്ങളുണ്ട്. എന്തെല്ലാം അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കാനും ചിന്തിപ്പിക്കാനുമുള്ള ഒരു അവസരമാണ് ഈ പരിപാടി. അള്ളാഹു ഇത് സ്വീകരിക്കട്ടെ. ഇതിന്റെ സംഘാടകർ യാതൊരു സാമ്പത്തിക ലക്ഷ്യമോ ഇവിടെ ഒരു ഫണ്ട് ഒന്നും ഉദ്ദേശിക്കുന്നില്ലെന്ന് പറഞ്ഞു. അത് കേൾക്കുമ്പോഴേ എന്തെന്നില്ലാത്തൊരു റാഹത്താണ്. പക്ഷേ അവർക്ക് 6 ലക്ഷത്തോളം രൂപ ഇതിന്റെ സൗണ്ടും ഇതിന്റെ ലൈറ്റ് സൗകര്യങ്ങൾക്കൊക്കെയായി ചെലവുണ്ട്. അപ്പോ നമ്മുടെ മുമ്പിലേക്ക് ബക്കറ്റുമായിക്ക് വരുമ്പോ
അതിൽ നിങ്ങൾ കൊടുക്കുന്നതേ ഇവിടെ സംഭാവനയായി നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. അത് നിങ്ങൾ എന്ത് ചെയ്യണം? കാര്യമായിട്ട് തന്നെ സഹായിക്കണം. ഒരു ബാധ്യത നമ്മുടെ സംഘാടകർക്ക് വരരുത് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ഇത് സ്വീകരിക്കട്ടെ. ആലസ്യം വെടിഞ്ഞ് കർമ്മഗോതയിലേക്ക്, അംബിയാഇന്റെ പാതയിലേക്ക് നമുക്ക് വരണം. സയ്യിദത്തുന മറിയം റളിയല്ലാഹു അൻഹ ചെറിയ കുട്ടിയായിരുന്നപ്പോ കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖ, മറിയം ബീവിയെ ചെന്ന് കാണുമ്പോഴൊക്കെ അവരുടെ മുമ്പിൽ ഭക്ഷണമുണ്ടായിരുന്നു. സക്കരിയ നബി ചെല്ലുമ്പോഴൊക്കെ യാ മറിയമു, മറിയമേ അന്നാ ലകി ഹാദാ, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ഭക്ഷണം ലഭിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അള്ളാഹു തരുന്നതാണെന്ന് മറിയം ബീവി മറുപടി പറഞ്ഞ അവർ ഇബാദത്തിനിരുന്ന മിഹ്റാബ് മസ്ജിദുൽ അഖ്സയുടെ താഴ്ഭാഗത്ത് ഇന്നും അവിടെ ഇരിപ്പുണ്ട്, നമുക്ക് കാണാൻ കഴിയും. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ആകാശലോകത്തേക്ക് ഉയർത്തപ്പെട്ട സൈത്തൂൻ മല എന്നറിയപ്പെടുന്ന മൗണ്ട് ഒലീവ്, ഈസാ നബി ഉയർത്തപ്പെട്ട സ്ഥാനം അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മറിയം റളിയല്ലാഹു അൻഹ ഈസാ നബിയെ പ്രസവിച്ച സ്ഥലം, ആ മഹദി ചെറുപ്പക്കാരിയാണ്. 15 വയസ്സോ 14 വയസ്സുള്ള സമയം മഹദി റളിയല്ലാഹു അൻഹ ഈസാ നബിയെ ഗർഭം ധരിച്ചു എന്നാണ് ചരിത്രം. അത്രയും വലിയൊരു പരീക്ഷണം സമൂഹത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയ ആ മഹദി പിഞ്ചു പൈതൽ ഈസാ നബി അലൈഹിസ്സലാമിന് ജന്മം കൊടുത്ത സ്ഥലം ദ ചർച്ച് ഓഫ് നാറ്റിവിറ്റി, കനീസത്തുൽ വിലാദ എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ ചർച്ചുണ്ട്. ആ ചർച്ചിന്റെ അകത്ത് ഫലസ്തീനിൽ നമുക്ക് കാണാൻ കഴിയും. അംബിയാഇന്റെ യാത്രകളും അവരുടെ ത്യാഗങ്ങളും. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ശത്രുക്കളുമായി പിശാചുമായി കണ്ടുമുട്ടിയ പ്രദേശമുണ്ട്. ജബലു തജ്രിബ എന്ന് പറയുന്ന സ്ഥലം, ദ മൗണ്ട് ഓഫ് ടെംപ്റ്റേഷൻ. എല്ലാം അള്ളാഹു അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. എന്തിന്? പിൻഗാമികൾക്ക് പഠിക്കാൻ, നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ. ആ ഒരു അംബിയാഇന്റെ ജീവിതം കാണുമ്പോഴാണ് എന്താണ് റബ്ബേ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത്. സ്വഹാബികൾ അതാണ് കാണുന്നത്. അഷ്റഫുൽ ഖൽഖിൽ നിന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങൾ ഇസ്രാഇന് വന്ന് ആകാശലോകത്തേക്ക് നിബിതങ്ങൾ ഉയർന്നു പോയ പാറ ഇന്ന് മസ്ജിദുൽ അഖ്സയുടെ മുമ്പിലുണ്ട്. ഖുബ്ബത്തു സുഖറ എന്ന് പറയുന്ന പള്ളിയിൽ ഹബീബായ തങ്ങൾ ആകാശത്തേക്ക് ഉയർന്ന പാറ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് നിബിതങ്ങൾ ആകാശലോകത്തേക്ക് ഉയരുന്നത്. ബുറാഖ് എന്ന വാഹനത്തെ കെട്ടിയിട്ട വട്ടക്കണ്ണിയുണ്ട് അവിടെ മസ്ജിദുൽ അഖ്സയുടെ വലതുഭാഗത്ത് താഴ്ഭാഗത്ത് ഗുഹയിലേക്ക് ഇറങ്ങിയാൽ കാണാൻ കഴിയുന്നു. ഈ ജീവിത ചരിത്രങ്ങളെല്ലാം അള്ളാഹുവിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകളാണ്. അള്ളാഹുവിന് വേണ്ടി ചെയ്ത അദമ്യമായ കടപ്പാടിന്റെ ഉത്തരവാദിത്ത ബോധത്തിന്റെ ഒരിക്കലും മാഞ്ഞുപോവാത്ത നിദർശനങ്ങളാണ് നമ്മുടെ മുമ്പിൽ കിടക്കുന്നത്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ജീവിതം പഠിച്ചപ്പോഴാണ് പറഞ്ഞത്, വല്ലാഹി മാ നിംതു ഫഹലിംത്, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, എനിക്ക് ജീവിതത്തിൽ ഉറക്കത്തിൽ സ്വപ്നസ്ഖലനമുണ്ടായില്ല. വലാ സഹൗതു ഫഗഫൽതു, എന്റെ ജീവിതത്തിൽ മറന്നു പോവുകയോ അശ്രദ്ധ സംഭവിക്കുകയോ ഉണ്ടായിട്ടില്ല. വഇന്നനി അല ത്വരീഖി മാ സിഗ്ത്, ഞാൻ പോകുന്ന വഴികളിൽ ഒരിക്കലും എനിക്ക് മാർഗഭ്രംശം സംഭവിച്ചിട്ടില്ലെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നേരായ വഴിയിലൂടെയുള്ള നേർമാർഗത്തിൽ ചരിക്കുന്ന മഹാനവറുകളുടെ ജീവിതത്തിന്റെ ഒരു ആകത്തുക. മറവി സംഭവിച്ചില്ല, പിഴവുകൾ സംഭവിച്ചില്ല, വഴിമാറി പോവേണ്ടി വന്നിട്ടില്ല, അശ്രദ്ധമായ ഉറക്കങ്ങൾ ഉണ്ടായില്ല. ഖാദിസിയ യുദ്ധം നടക്കുമ്പോ മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, സഅദ് എന്നവരെ, ഖാദിസിയ യുദ്ധം നടക്കുമ്പോ ആ യുദ്ധത്തിലേക്ക് വരാൻ പെണ്ണുങ്ങൾക്ക് പറ്റില്ലല്ലോ, പെണ്ണുങ്ങൾക്ക് യുദ്ധം നിർബന്ധമല്ലല്ലോ, പെണ്ണുങ്ങൾക്കത് വരാൻ പറ്റാത്ത സന്ദർഭമല്ലേ. അതുകൊണ്ട് സഅദേ, ഖാദിസിയയിൽ യുദ്ധം നടക്കുമ്പോ ആ യുദ്ധത്തിലേക്ക് കൊടുക്കാൻ ഒരു വാളോ അല്ലെങ്കിൽ ഒരു കുതിരയോ ഒരു വാഹനമോ ഒന്നും എന്റെ കയ്യിൽ തരാനില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യം നിങ്ങൾക്ക് തരാൻ കഴിയും. ഒരു പൊതി കൊടുത്തു, കടലാസിൽ പൊതിഞ്ഞ ഒരു പൊതി. ഇത് നിങ്ങൾ എടുക്കണം സഅദേ. ഇജ്അൽഹാ ലിജാമൻ ലിഫറസിൻ ഫീ സബീലില്ലാഹ്,
അള്ളാഹുവിന്റെ വഴിയിൽ പടയോട്ടം നടത്തുന്ന ഒരു കുതിരയുടെ മൂക്ക് കയറാക്കാനെങ്കിലും ഇത് ഉപയോഗിക്കണേ എന്ന് പറഞ്ഞ് കൊടുത്തു നോക്കുമ്പോ, ആ പൊതി തുറന്നു നോക്കുമ്പോ നീണ്ട തലമുടിയാണ്. ഒരു ഉമ്മയാണ് ഈ കൊടുത്തയച്ചിരിക്കുന്നത്. സമൃദ്ധമായ നീണ്ട മുടിയുള്ള ആ ഉമ്മ തന്റെ നീണ്ട മുടിയല്ലാതെ മറ്റൊന്നും ശറഇന് ദീനിന് കൊടുക്കാൻ കഴിയാതെ വരുമ്പോ, ഞാനും എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് ദീർഘമായ മനോഹരമായ കാർക്കൂന്തലുള്ള സഹോദരി ദീർഘമായ മുടി കൊടുത്തു പറഞ്ഞു, സഅദേ, ഈ മുടിയെടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ കുതിരയുടെ നിങ്ങളുടേതെന്ന് നിർബന്ധമില്ല. ഖാദിസിയയിലേക്ക് പോകുന്ന ഏതെങ്കിലും ഒരു കുതിരയുടെ മൂക്കുകയറായി എന്റെ തലമുടി നിങ്ങൾ ഉപയോഗിക്കണേ. ഇത് മൂക്കുകയറായി ഉപയോഗിക്കാൻ ഞാൻ നേർച്ചയാക്കിയതാണ്. എന്നിട്ടെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ എന്താണ് നീ എനിക്ക് വേണ്ടി ചെയ്തത് എന്ന് അള്ളാഹു ചോദിക്കുമ്പോ, സഅദേ, എനിക്ക് പറയാമല്ലോ അള്ളാഹുവേ, എന്റെ നീണ്ട തലമുടി, ആ തലമുടിയെങ്കിലും നിന്റെ ദീനിന്റെ സ്ഥാപനത്തിന്, നിന്റെ ദീനിന് വേണ്ടി പടപൊരുതാൻ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് അള്ളാഹുവിനോട് പറയാൻ കഴിയണം സഅദേ. അതുകൊണ്ട് നിങ്ങളത് സ്വീകരിച്ചാലും. ഉമ്മമാരെ, ടിവിക്ക് മുമ്പിലും സ്ക്രീനുകൾക്ക് മുമ്പിലും സീരിയലുകൾക്ക് മുമ്പിലും മണിക്കൂറുകൾ ചെലവഴിച്ചിട്ട് അള്ളാഹുവിന് വേണ്ടി എന്ത് കൊടുത്തു പെണ്ണേ എന്ന് ചോദിക്കുമ്പോ എന്റെ ഉമ്മമാർക്ക്, സഹോദരിമാർക്ക് എന്ത് പറയാനുണ്ട്? എന്തേ കൊടുത്തത്? സമൃദ്ധമായ തലമുടിയാണ് പൊതിയായി കൊണ്ടുവന്ന സഅദേ. ഇത് എന്റെ വക ഖാദിസിയയിലേക്ക്. ഇറാനിൽ നടന്ന യുദ്ധമാണ് ഖാദിസിയ യുദ്ധം. വകാന സഅദുൻ യുദീറുൽ മഅറകത അലാ ബത്നിഹി. കടന്നുകൊണ്ട് യുദ്ധം നിയന്ത്രിച്ച മഹാനാണ് സഅദ് റളിയല്ലാഹു അൻഹു. ശരീരമാസകലം മുറിവുണ്ടായിരിക്കെ ആ യുദ്ധത്തിന് പോകുമ്പോ ഒരു ചെറുപ്പക്കാരൻ, വളരെ ചെറിയ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേട്ട് വന്നിട്ട് പറഞ്ഞു, സഅദേ, ഞാനും നിങ്ങളുടെ കൂടെ സൈന്യത്തിലുണ്ട്, ഞാനും നിങ്ങളോടൊപ്പം യുദ്ധത്തിന് വരുന്നുണ്ട്. സഅദ് റളിയല്ലാഹുവിനെ നോക്കിയിട്ട് പറഞ്ഞു, മോനെ, ഇത് കുട്ടികൾക്ക് അവസരം നൽകാൻ പറ്റുന്ന സമയമല്ല. ഇത് യുദ്ധമാണ് മോനെ, യുദ്ധമാണ്. ചോര ചിന്തുന്ന പണിയാണ് മോനെ. മോനിതിന് വരേണ്ടതില്ല. മോന് പൊയ്ക്കോളൂ, ചെറുപ്പമല്ലേ, ചെറുപ്രായമല്ലേ, മോന് പൊയ്ക്കോളൂ എന്ന് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോഴാണ്, വമാലക അൻത യാ സഅദു, സഅദേ, നിങ്ങൾക്കെന്ത് നഷ്ടമാണ് ഞാൻ യുദ്ധത്തിന് വന്നാൽ? അൽ അംറു ബൈനി വ ബൈനല്ലാഹ്, ഞാനും അല്ലാഹും തമ്മിലല്ലേ പ്രശ്നം കിടക്കുന്നത്. ഇന്നല്ലാഹ ഇശ്തറാ വ അന ബിഅത്, അല്ലാഹു ജനങ്ങളിൽ നിന്ന് ശരീരം വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ, ഞാൻ അല്ലാഹുവിന് വിറ്റിരിക്കുകയാണ്. എന്റെ ശരീരം ഞാൻ അല്ലാഹുക്ക് കൊടുത്തു. അല്ലാഹുവല്ലേ വാങ്ങിച്ചത്. എന്റെ പ്രായക്കുറവാണെന്ന് പറഞ്ഞ് സഅദേ, നിങ്ങൾ എന്നെ തിരിച്ചയക്കരുത് എന്ന് യുദ്ധത്തിന്റെ നായകൻ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു എന്ന മുസ്തജാബു ദഅവയായ സ്വഹാബിയോട് ഒരു ചെറുപ്പക്കാരൻ വന്ന് താണുകേണ് പറയുകയാണ്, ഞാൻ പോരട്ടെ, എന്നെ കൂടെ കൂട്ടുമോ? കഞ്ചാവിലും മയക്കുമരുന്നിലും ലഹരിയിലും പെട്ട് നടക്കുന്ന യുവാക്കളെന്ന് ഓർത്തു നോക്കേണമേ. യൗവനത്തിന്റെ പ്രസരിപ്പിൽ എത്രയാണ് നമ്മൾ അല്ലാഹുവിന് കൊടുത്തത്? സഅദേ, വമാലക യാ സഅദ്, വമാലക യാ സഅദു, അൽ അംറു ബൈനി വ ബൈനല്ലാഹ്. സഅദേ, ഇത് ഞാനും എന്റെ അല്ലാഹും തമ്മിലുള്ള വിഷയമല്ലേ, നിങ്ങൾ എന്തിനാണ് എന്നെ തടയുന്നത് എന്ന് ചോദിച്ചപ്പോ മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന് ആ ചെറുപ്പക്കാരനെ കൂടെ കൂട്ടേണ്ടി വന്നു. യുദ്ധം നടക്കാൻ പോകുന്ന രാത്രി, നാളെ പകലിലാണ് യുദ്ധം നടക്കുന്നത്. ആ രാത്രി ഈ യുവാവായ ചെറുപ്പക്കാരൻ ഒരു സ്വപ്നം കാണുന്നു. എന്നിട്ട് പറഞ്ഞു, യാ സഅദു, സഅദേ, ലഖദ് റഅയ്തു റുഅയാ അജീബ, ഞാനൊരു അത്ഭുതമുള്ള സ്വപ്നം കണ്ടു എന്ന്. വല്ലാത്തൊരു സ്വപ്നം. എന്താ കണ്ടത്? റഅയ്തു അന്നീ അസീറു ഫീ ഹദായിഖ് ലൈസത് മിൻ ഹദായിഖിദ് ദുനിയാ. സഅദേ, ഞാൻ മനോഹരമായൊരു തോട്ടത്തിലൂടെ, മനോഹരമായൊരു പാർക്കിലൂടെ പോകുന്നത് ഞാൻ കാണുന്നു. ആ തോട്ടമോ ആ മലർവാടിയോ ഈ ലോകത്ത് കാണപ്പെടുന്ന മലർവാടിയല്ല, ഈ ലോകത്ത് കാണപ്പെടുന്ന പൂന്തോപ്പുകളല്ല.
റഅയ്തു അന്നീ അസീറു ഫീ ഹദായിഖ്, മനോഹരമായ മലർവാടികളിലൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോകുന്നു സഅദേ. വഅറാ അൻഹാറാ ലൈസത് കഅൻഹാരിദ് ദുനിയാ, മനോഹരമായ അരുവികളും പുഴകളും ഞാൻ അവിടെ കാണുന്നുണ്ട്. എന്നാൽ ഈ ലോകത്ത് കാണപ്പെടുന്ന പുഴ പോലെയല്ല, ഈ ലോകത്ത് കാണപ്പെടുന്ന അരുവികളെ പോലെയും അല്ല. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചെറുപ്പക്കാരൻ പറയുന്നു, വഅറാ നിസാഅ ലൈസത് കനിസാഇദ് ദുനിയാ, മനോഹരികളായ സൗന്ദര്യമുള്ള സുന്ദരിമാരെ ഞാൻ അവിടെ കാണുന്നു. അവർ ഈ ലോകത്ത് കാണപ്പെടുന്ന മനുഷ്യരിൽ കാണുന്ന സുന്ദരികളല്ല, അപ്സരസ്സുകളായ സ്വർഗീയ സുന്ദരിമാരെയും ഞാൻ കാണുന്നു. അരുവികളെ ഞാൻ കണ്ടു സഅദേ, മനോഹരമായ മലർവാടികളിലൂടെ ഞാൻ നടന്നു പോകുന്നതും കണ്ടു സഅദേ. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, സ്വപ്ന വ്യാഖ്യാനം അറിയുന്ന, ഉള്ളറിയുന്ന, കൽബിലേക്ക് നോക്കാൻ കഴിയുമായിരുന്ന, ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു, അല്ലാഹുവിനെ വിളിച്ച് വല്ലതും ചോദിച്ചാൽ അല്ലാഹു ഉത്തരം കൊടുക്കുമായിരുന്ന സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അറാ, ഞാൻ കാണുന്നത് മോനെ, അന്നഹ ഷഹാദ, ഇത് നിങ്ങൾക്ക് അല്ലാഹു നൽകാൻ പോകുന്ന രക്തസാക്ഷിത്വത്തിന്റെ അടയാളമാണ്. നാളെ നടക്കാൻ പോകുന്ന യുദ്ധത്തിൽ മോനെ നിങ്ങൾ വഫാത്താകുമെന്നും ഷഹീദാകുമെന്നുമുള്ള സൂചനയാണ് നിങ്ങൾ ഈ കണ്ട സ്വപ്നം. ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം നാളെ നിങ്ങൾ ഈ ലോകത്തോട് യാത്ര പറയുമെന്നാണ്. 17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് മോനെ. എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ദീനിന് വേണ്ടി രംഗത്തിറങ്ങുന്നത് സഅദ് എന്നവരെ നിങ്ങൾക്ക് എന്നെ കൂടെ കൂട്ടിക്കൂടെ എന്ന് പറഞ്ഞു കൂടെ വന്ന ചെറുപ്പക്കാരൻ സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹു അക്ബർ, അറാ ഇന്നഹ ഷഹാദ, മോനെ അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നിങ്ങൾക്ക് രക്തസാക്ഷിത്വം അല്ലാഹു നൽകാൻ പോകുന്നു. ഇത് പറഞ്ഞപ്പോ എന്താണ് ആ കുട്ടി ചോദിക്കുന്നതെന്നറിഞ്ഞോ? ഫഹൽ തുരീദു മിന്നീ ശൈഅൻ യാ സഅദു, സഅദേ നിങ്ങൾക്ക് എന്നിൽ നിന്ന് വല്ലതും ആവശ്യമുണ്ടോ? ഞാൻ നാളെ പോവാൻ, വല്ലതും വേണോ ചോദിക്കൂലേ? ഗൾഫിക്ക് വരികയാണ്, വല്ലത് സാധനം കൊണ്ടുവരണോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ. ഞാൻ പോവാണ് സഅദേ, ഫഹൽ തുരീദു മിന്നീ ശൈആ, നിങ്ങൾക്ക് എന്തെങ്കിലും എന്നിൽ നിന്ന് ആവശ്യമുണ്ടോ സഅദേ? നഅം, ഉണ്ട് മോനെ, എനിക്ക് ചില ആവശ്യങ്ങളുണ്ട്. ഇദൽ തഖൈത ബിറസൂലില്ലാഹ്, ഇദൽ തഖൈത ബിറസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ മോനെ നിങ്ങൾ കണ്ടുമുട്ടുമ്പോ, ഫഅബ്ലിഗ്ഹു മിന്നി സലാം, സഅദ് നബിയെ നിങ്ങളോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഹബീബിനോട് പറയണേ മോനെ. എന്റെ റസൂലിനെ, ഇദൽ തഖൈത ബിറസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ മോൻ നാളെ കണ്ടുമുട്ടുമ്പോ ഫഅബ്ലിഗ്ഹു മിന്നി സലാം, സഅദിന്റെ സലാം മോൻ പറയണേ. നബിയോട് പറയണം, നബിയെ സഅദ് നിങ്ങളോട് പറയുന്നുണ്ട്, ഇന്ന സഅദൻ യഖൂലു ലക് ജസാകല്ലാഹു അന്നാ ഖൈറൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ ഞങ്ങൾക്ക് നിങ്ങൾ ചെയ്തു തന്ന സേവനങ്ങൾക്ക് പകരം, അങ്ങ് ഞങ്ങൾക്ക് കൊണ്ടുതന്ന ദീനിന് പകരം, അങ്ങ് ഞങ്ങൾക്ക് സഹിച്ചുപോയ ത്യാഗങ്ങൾക്ക് പകരം അല്ലാഹു നിങ്ങൾക്ക് ഖൈറു തരട്ടെ, അല്ലാഹു നിങ്ങൾക്ക് നന്മ തരട്ടെ. ജസാകല്ലാഹു അന്നാ ഖൈറൻ യാ റസൂലല്ലാഹ് എന്ന് ഹബീബിനോട് സഅദ് പറഞ്ഞുവെന്ന് പറയണം മോനെ. ഫഖദ് വജദ്നാ മാ വഅദ്തനാ ഹഖ്ഖാ, നബിയേ എന്തൊക്കെ സംഗതികളാണോ അങ്ങ് ലോകത്ത് നടക്കും എന്ന് പറഞ്ഞത്, എന്തൊക്കെയാണോ അങ്ങ് ഞങ്ങളോട് യാഥാർത്ഥ്യമായി പുലരും എന്ന് പറഞ്ഞത്, എല്ലാം സത്യമായി പുലർന്നു നബിയേ, ഞങ്ങൾ കണ്ടു നബിയേ എന്ന് ഹബീബിനോട് മോൻ പറയണം. സഅദ് റളിയല്ലാഹു അൻഹു ആ കുട്ടിയെ ഏൽപ്പിക്കുകയാണ്. മോൻ നാളെ പോവാൻ, അല്ലാഹുവിന്റെ റസൂലിനെ കാണും.
കാണുമ്പോഴേ നബിയോട് പറയണം, സഅദ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് നബിയെ, എന്നെന്റെ സലാം എന്റെ ഹബീബിനോട് പറയണം. നബിയോട് പറയണം, നബിയെ ജസാക്കല്ലാഹു അന്നാ ഖൈറാ യാ റസൂലല്ലാഹ്, നബിയെ അല്ലാഹു നിങ്ങൾക്ക് ഖൈർ തരട്ടെ എന്ന് സഅദ് പറഞ്ഞെന്ന് പറയണം. അത് മാത്രമല്ല, ലഖദ് വജദ്നാ മാ വഅദ്തനാ ഹഖാ, അങ്ങ് എന്തൊക്കെയാണോ ഞങ്ങളോട് വാഗ്ദത്തം ചെയ്തത് എല്ലാം ഞങ്ങൾ കേട്ടു, അറിഞ്ഞു, കണ്ടു എന്ന് പറയണം. ഇത് പറഞ്ഞപ്പം മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് 17 വയസ്സുള്ള ചെറുപ്പക്കാരൻ പറഞ്ഞു, വഅൻത യാ സഅദു, സഅദേ അബ്ലിഗ് ഹാദിഹി റിസാലത ലിഉമ്മീ, എന്റെ ഉമ്മയോട് പോയി നിങ്ങൾ പറയണം സഅദേ, അന്നനി ഖദ് വജദ്തു മാ വഅദനില്ലാഹു ഹഖാ, അല്ലാഹു എന്താണോ എന്നോട് കാര്യമായി അല്ലാഹു വാഗ്ദത്തം ചെയ്തത് അതും ഞാൻ കണ്ടുവെന്ന് പറയണം എന്റെ ഉമ്മയോട്. ഇന്നി അറാ മാ ബിഐനിൽ ജന്ന, എന്റെ കണ്ണുകൊണ്ട് ഞാൻ സ്വർഗം കണ്ടിട്ടുണ്ട് എന്ന് എന്റെ ഉമ്മയോട് സഅദേ നിങ്ങൾ പോയി പറയണം എന്ന് പറഞ്ഞപ്പോ സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോനെ ആരാണ് നിങ്ങളുടെ ഉമ്മ? ആ ഉമ്മയെ എനിക്കെങ്ങനെ അറിയാനാവും? ആരാണത്? സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, വമൻ ഹിയ ഉമ്മുക്, ആരാണ് നിങ്ങളുടെ ഉമ്മ മോനെ? മോന്റെ മറുപടി വന്നു, സ്വാഹിബത്തുൽ ലഫീറ, ആരാണോ അങ്ങേക്കൊരു കെട്ടുമുടി കൊണ്ടു തന്നത്, ആരാണോ ആ കെട്ടുമുടി യുദ്ധത്തിലോടുന്ന കുതിരകളുടെ മൂക്ക് കയറായിട്ടെങ്കിലും ഉപയോഗിക്കണേ എന്ന് പറഞ്ഞ് ഏതൊരു ഉമ്മയാണോ അങ്ങയുടെ കയ്യിൽ ഒരു കെട്ടുമുടി തന്നത്, ആ ഉമ്മയാണ് എന്റെ ഉമ്മ. ആ ഉമ്മയോട് പോയി പറയണേ, നിങ്ങളുടെ പൊന്നുമോൻ രക്തസാക്ഷിത്വം കൊണ്ടുപോയിരിക്കുന്നു, നിങ്ങളുടെ മോൻ സ്വർഗം കണ്ടുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് യാത്ര പോയത് എന്ന് എന്റെ ഉമ്മയോട് പറയണേ എന്ന് മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞ നേരം, യുവാക്കളെ, ചെറുപ്പക്കാരെ, ജീവിതം തുലച്ചു തീർക്കുന്നവരെ, സമയം കൊന്നു തീർക്കുന്നവർ, സമയം പോകുന്നില്ലെന്ന് പരാതി പറയുന്നവർ, ജീവിതത്തിൽ ബോറടിക്കുന്നു എന്ന് പറയുന്നവർ, തിന്നാനും കുടിക്കാനും രുചിക്കാനും ആശ്വസിക്കാനും സ്വസ്ഥമായി കിടന്നുറങ്ങാനും എമ്പാടും അല്ലാഹു സൗകര്യം ചെയ്തു കൊടുത്തിട്ടും ഗെയിമുകൾ മാറി മാറി കളിക്കുമ്പോഴും ജീവിതം ബോറടിയാണെന്ന് പറയുന്ന 21-ാം നൂറ്റാണ്ടിന്റെ ചെറുപ്പക്കാരെ, നിങ്ങളൊന്ന് ഓർത്തു നോക്കിയിട്ടുണ്ടോ? അല്ലാഹുവിന് വേണ്ടി, ദീനിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റി? എന്ത് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റി? എന്ത് ത്യാഗമാണ് നമ്മൾ ചെയ്തത്? സന്നദ്ധതയുണ്ടോ? വമൻ സഅലല്ലാഹ അശ്ശഹാദ, ആരെങ്കിലും അല്ലാഹുവിനോട് സത്യസന്ധമായിട്ട് റബ്ബേ എനിക്ക് നിനക്ക് വേണ്ടി മരിക്കണം എന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചാൽ, ഷഹാദത്ത് വേണമെന്ന് ചോദിച്ചാൽ, സിദ്ഖൻ മിൻ ഖൽബി, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് സത്യസന്ധമായി അങ്ങനെ ഒരു പ്രാർത്ഥന വന്നാൽ, റസഖഹുല്ലാഹു ഷഹാദ, ഷഹാദത്തിന്റെ പ്രതിഫലം അല്ലാഹു നൽകും. അവൻ മരിക്കുന്നത് ബെഡിൽ കിടന്ന് മരിക്കുകയാണെങ്കിൽ തന്നെയും മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സത്യസന്ധമായി അല്ലാഹുവിന് വേണ്ടി ജീവിക്കാൻ നമ്മൾ ഒരുമ്പെട്ടിട്ടുണ്ടോ? തിന്മകൾ നമ്മുടെ മുമ്പിലൂടെ വരുമ്പോ, തിന്മകളുടെ സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനെ വകഞ്ഞു മാറ്റാൻ നമ്മളെ കൊണ്ടായിട്ടുണ്ടോ? കണ്ണുകളെ നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ടായോ? ശരീരം നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ടായിട്ടുണ്ടോ? തിന്മകളിലേക്ക് ടെംപ്റ്റേഷനുകൾ ഉണ്ടാകുമ്പോ അള്ളാഹുവിന്റെ വഴിയിലേക്ക് സ്വശരീരത്തെ കൺട്രോൾ ചെയ്യാൻ നമ്മളെ കൊണ്ടാവാറുണ്ടോ? ആലസ്യത്തിൽ നിന്ന് ഉദാത്തമായ കർമ്മവീഥിയിലേക്ക് നമുക്ക് നടന്നു പോവാൻ കഴിഞ്ഞിട്ടുണ്ടോ സഹോദരങ്ങളെ? മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിൽ നേതൃത്വം കൊടുക്കുമ്പോഴാണ് രണ്ട് കണ്ണും കാണാത്ത റജുലുൻ കഫീഫുൽ ബസ്വർ, കണ്ണ് കാണാത്ത ഒരാളെ യുദ്ധമുഖത്ത് കാണുന്നത്. ചോദിച്ചു, എന്തിനാ നിങ്ങൾ ഇവിടെ വന്നത്? കണ്ണ് കാണാത്തവർക്ക് അല്ലാഹുവിന്റെ റസൂൽ യുദ്ധത്തിന് വരേണ്ടതില്ലെന്ന് പറഞ്ഞിട്ടില്ലേ, എന്തിനാ നിങ്ങൾ വന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് അത് മറ്റാരുമല്ല, ആരുടെ വിഷയത്തിലാണോ ഹബീബിനെ അല്ലാഹു തിരുത്തി കൊടുത്തത്,
ആരുടെ വിഷയത്തിലാണോ ഹബീബായ തങ്ങൾ പറയുമായിരുന്നത്, മർഹബൻ ബിമൻ ആതബനി ഫീഹി റബ്ബി, എന്റെ റബ്ബ് ആരുടെ വിഷയത്തിലാണോ എന്നെ ആക്ഷേപിച്ചത് അവർക്ക് സ്വാഗതമെന്ന് ആരോട് പറയുമായിരുന്നുവോ? ആരായിരുന്നുവോ മദീനയിൽ റമളാനിന്റെ ഫജ്റിന്റെ വിളി കൊടുത്തത്, വാങ്ക് വിളിച്ചിരുന്നത്? മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ബിൻ മക്തൂം റളിയല്ലാഹു തആല അൻഹു ആണത്. രണ്ട് കണ്ണും കാണാത്ത സ്വഹാബിയാണത്. സഅദ് തങ്ങൾ ചോദിച്ചു, അബ്ദുല്ലാഹി ബിൻ മക്തൂം, എന്തിനാ നിങ്ങൾ ഇവിടെ വന്നത്? നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമില്ലല്ലോ, എന്തിന് നിങ്ങൾ ഇവിടെ വന്നു? മഹാനവറുകൾ പറഞ്ഞു, മറ്റൊന്നുമല്ല സഅദേ, ഇസ്ലാമിന്റെ പതാക ഞാനൊന്ന് മുറുക്കെ പിടിച്ചോട്ടെ, ഞാൻ ഇസ്ലാമിന്റെ പതാകാവാഹകനാകാം, ഈ യുദ്ധത്തിൽ ഇസ്ലാമിന്റെ പതാക ഞാൻ പിടിക്കാം. സഅദ് തങ്ങൾ ചോദിച്ചു, അബ്ദുല്ലാഹി ബിൻ മക്തൂം, കണ്ണു കാണാത്ത നിങ്ങൾ എങ്ങനെയാ ഇസ്ലാമിന്റെ പതാക പിടിച്ചു നടക്കുന്നത്? അതിന് നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കും സഅദേ. കുതിരകൾ സൈന്യം ഇരച്ചു കയറി വരുമ്പോ രണ്ട് കണ്ണും കാണുന്നവനല്ലയോ പേടിച്ചോടുന്നത്? രണ്ട് കണ്ണും കാണാത്ത ഞാൻ എത്ര വലിയ ശത്രുക്കൾ കടന്നാക്രമിച്ചാലും എന്റെ പാദമിടറാതെ ഞാൻ പിടിച്ചു നിന്നോളാം സഅദേ. എനിക്ക് കണ്ണ് കാണില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ശത്രുക്കളെ പേടിക്കുന്നില്ല. പതാക എന്റെ കയ്യിൽ തരണമെന്ന് ചോദിച്ചു വാങ്ങിയ നബിയുടെ മുഅദ്ദിനാണ് അബ്ദുല്ലാഹി ബിൻ മക്തൂം റളിയല്ലാഹു അൻഹു. ഞാൻ ഓടില്ല സഅദേ, കണ്ണുള്ളവരല്ലേ ഓടുക, അവർക്കല്ലേ മരണം കണ്ടാൽ പേടി വരിക, അവരല്ലേ ചോര കണ്ടാൽ പതറിപ്പോവുക. രണ്ട് കണ്ണുമില്ലാത്ത ഞാൻ പതാക പിടിച്ചൊരു നൃത്തമാണ്, ഒരിക്കലും പിന്തിരിഞ്ഞോടില്ല. എന്നെ ഏൽപ്പിച്ചേക്കാം, ഞാനത് ഏറ്റെടുക്കാമെന്ന്. രണ്ട് കണ്ണും കാണാത്ത അന്ധന്മാർ, കണ്ണ് കാണാത്തവർ, കാലിന് മുടന്തുള്ളവർ, ലൈസ അലൽ അഅമാ ഹറജുൻ വലാ അലൽ മരീദ് ഹറജുൻ, അവർക്കൊന്നും യുദ്ധത്തിൽ വരേണ്ടതില്ല എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടായിരിക്കെ അതെല്ലാം മറികടന്ന് റബ്ബിന് വേണ്ടി ത്യാഗം ചെയ്യാൻ കടന്നു വന്ന ഹബീബിന്റെ മുഅദ്ദിനാണ്. ആരുടെ വിഷയത്തിലാണോ അബസ വതവല്ലാ അൻ ജാഅഹുൽ അഅമാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ, ആരുടെ വിഷയത്തിലാണോ ആ ആയത്തിറങ്ങിയത്, ആയത്തുകൾ അവതരിച്ചത്, ആ സ്വഹാബിയാണ് സഅദ് തങ്ങളോട് വന്ന് പറഞ്ഞത്, സഅദേ, പതാക ഞാൻ പിടിച്ചോളാം സഅദേ. ഓരോരുത്തരും കഴിവിന്റെ പരമാവധി ദീനിന് ചെയ്ത സേവനം. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ബിൻ മക്തൂം തങ്ങൾ ആ യുദ്ധത്തിൽ ഷഹീദായി കിടക്കുമ്പോ പതാക നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് കൈവിട്ടിട്ടില്ലായിരുന്നു. കൈകളിൽ പതാകയുണ്ടായിരുന്നു, കൈവിട്ടിട്ടില്ല, പതറിപ്പോയിട്ടില്ല. ശത്രുക്കൾ വന്ന് തുരുതുരാ വെട്ടുമ്പോഴും, ശത്രുക്കൾ ആക്രമിക്കുകയാണെന്ന് കണ്ണുകൊണ്ട് കാണാൻ കഴിയാതെ പിടിച്ചു നിന്ന് ആ പതാക പിടിച്ചുകൊണ്ട് ഷഹീദായ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ മക്തൂം റളിയല്ലാഹു അൻഹു. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. എല്ലാവരും എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലി. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഉറക്കെ ചൊല്ലി ഒന്നുകൂടെ. اللهم صل على محمد وعلى آل سيدنا محمد وبارك وسلم عليه. കൈയും കാലൊക്കെ ഒന്ന് കുടഞ്ഞൊന്ന് ഫ്രഷ് ആയിട്ട് ഇരുന്നോളെ. جزاكم الله خير. بسم الله الرحمن الرحيم. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. ശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ പറയുന്ന ഭാഗങ്ങളാണിത്.
من كان يريد العاجلة عجلنا له فيها ما نشاء لمن نريد ثم جعلنا له جهنم يصلاها مذموما മദ്ഹൂറാ. ലോകത്ത് ജീവിച്ചു പോകുന്നതിന്റെ ലക്ഷ്യങ്ങൾ പലർക്കും പലതാണ്. മൻ കാന യുരീദുൽ ആജില, ദുന്യാവിന്റെ സൗകര്യങ്ങളാണ് ഒരു മനുഷ്യന്റെ ലക്ഷ്യമെങ്കിൽ, ഇവിടെ സൗകര്യത്തോടെ ജീവിക്കണം, പൈസയുണ്ടാക്കണം എന്നതാണ് ലക്ഷ്യമെങ്കിൽ, ചിലർക്ക് അങ്ങനെയായിരിക്കും. എങ്ങനെയെങ്കിലും ഒരു വലിയ മുതലാളിയാവണം, നാട്ടിലൊക്കെ ഒന്ന് ഞെളിഞ്ഞ് നടക്കണം, ഇങ്ങനെ ഒരു ആഗ്രഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്. പൈസയുണ്ടാക്കണം എന്ന ആഗ്രഹമുള്ള ആളുകൾക്ക് നാം ഉദ്ദേശിക്കുന്നവർക്ക് ഒരുപാട് നാം ദുന്യാവ് കൊടുക്കും. അല്ലാഹു പറയാം. അത് ദീന് വിറ്റുണ്ടാക്കുന്നവരുണ്ട്, അല്ലാതെ ഉണ്ടാക്കുന്നവരുണ്ട്. ഐഹികമാണ് ലക്ഷ്യമെങ്കിൽ നമ്മൾ കൊടുക്കും, എല്ലാവർക്കും കൊടുക്കുന്നല്ല, പൈസ ആവശ്യമുള്ളവർക്ക് മുഴുവൻ കൊടുക്കും എന്നല്ല പറഞ്ഞില്ല. ലിമൻ നുരീദ്, ഞാൻ ആർക്കാണോ കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് ഞാൻ കൊടുക്കും. സുമ്മ ജഅൽനാ ലഹു ജഹന്നം, നാളെ പിന്നെ നരകമാണ് അവന് ഞാൻ കൊടുക്കുക, നാളെ നരകമാണ്. യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറാ, നിന്ദ്യനായി, ഇളിഭ്യനായി, നിസ്സാരനായി നാളെ നരകത്തിലേക്ക് ഞാൻ പറഞ്ഞുവിടും. ഇവിടെ ഞാൻ പൈസ കൊടുക്കും, അവിടെ ഞാൻ നരകവും കൊടുക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി പറയുന്നത് വേറൊരു വിഭാഗത്തിന്റെ ലക്ഷ്യമാണ്. വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ, ആരുടെയെങ്കിലും ലക്ഷ്യം പരലോകമാണെങ്കിൽ, എന്റെ പരലോകം രക്ഷപ്പെടണം എന്നാണെങ്കിൽ, ഇവിടെ ഇച്ചിരി കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെങ്കിലും അല്ലാഹുവേ നാളെ നിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ രക്ഷപ്പെടണം. വസഅ ലഹാ സഅയഹാ, പരലോകം പ്രാപിക്കാൻ വേണ്ടി അധ്വാനിക്കുകയും ചെയ്തവർ, വെറും അധ്വാനമല്ല, വഹുവ മുഅ്മിനുൻ, അവൻ അല്ലാഹുവിലും അന്ത്യ റസൂലിലും വിശ്വസിക്കുന്ന മുഅ്മിനായ മനുഷ്യനായിരിക്കെ പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്താൽ, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹു നമ്മെ കൂട്ടത്തിൽ പെടുത്തി തരട്ടെ. ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ, അവരുടെ അധ്വാനങ്ങൾക്ക് ഫലം ലഭിക്കും, അവരുടെ അധ്വാനങ്ങൾക്ക് അല്ലാഹു നന്ദി ചെയ്യും. കുല്ലൻ നുമിദ്ദു ഹാഉലാഇ വഹാഉലാഇ മിൻ അതാഇ റബ്ബിക് വമാ കാന അതാഉ റബ്ബിക മഹ്ദൂറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരുടെ കർമ്മങ്ങളാണോ സ്വീകരിക്കുന്നത്, ആരുടേതാണോ തിരസ്കരിച്ചു കളയുന്നത്, അല്ലാഹുവിന്റെ തീരുമാനം. ആർക്ക് ദുന്യാവ് വേണമോ അതാണോ ലക്ഷ്യം, അതിനു വേണ്ടിയാണോ അധ്വാനം, അവർക്കല്ല എല്ലാവർക്കും കൊടുക്കുമെന്നല്ല പറഞ്ഞത്. ലിമൻ നുരീദ് മാ നശാ, ഞാൻ എത്രയാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവരിൽ നാം ഉദ്ദേശിക്കുന്നവർക്ക് ഞാൻ ഒരുപാട് പൈസ കൊടുക്കും, ദുന്യാവിലെ സൗകര്യങ്ങൾ കൊടുക്കും. പക്ഷേ നാളെ പരലോകത്തവർക്ക് നരകമാണ്. യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറാ. അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ റബ്ബേ. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. പരലോകത്തിന് വേണ്ടി അധ്വാനിക്കാൻ പുറപ്പെട്ടവർ, നാളെ സ്വർഗമുണ്ട് എന്ന് ഉറപ്പുള്ളവർ, നാളെ സ്വർഗമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ, നാളെ അല്ലാഹു ചോദ്യം ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിച്ചവർ, നാളെ ഹിസാബുണ്ട്, വിചാരണയുണ്ടെന്ന് ബോധിച്ചവർ, അവർക്ക് അല്ലാഹു ആ സർവമാന സൽക്കർമ്മങ്ങൾക്കും അധ്വാനങ്ങൾക്കും അല്ലാഹു ഫലം നൽകും, ഗുണം നൽകും.
അല്ലാഹുവേ ഞങ്ങൾക്ക് പരലോകത്തിന് വേണ്ടി അധ്വാനിക്കാനുള്ള സൗഭാഗ്യം തരണേ റബ്ബേ. അതിന്റെ അർത്ഥം ഈ ഭൗതിക ലോകം തിരസ്കരിക്കലല്ല. ഭൗതിക ലോകത്ത് അല്ലാഹു നൽകിയ സംവിധാനങ്ങളെല്ലാം നാളെ പരലോകം പ്രാപിക്കാനുള്ള പരലോകത്തിന്റെ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോ രണ്ട് ലോകവുമായി റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു സഅദ് തങ്ങളോട് വന്ന് പറയുന്നത് അങ്ങനെയാണ്: സഅദേ, ഞാൻ കണ്ണു കാണാത്ത ആളല്ലേ, എന്നെ നിർത്തിക്കോളൂ, ഇസ്ലാമിന്റെ പതാക പിടിക്കാൻ ഞാൻ ഓടിപ്പോവില്ല. ആരോടിയാലും ഞാൻ ഓടില്ല. എന്തുകൊണ്ട്? സഅദേ, എനിക്ക് കണ്ണു കാണില്ലല്ലോ. അതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ ധീരമായി പതാക പിടിക്കാൻ ഞാൻ ഒരുക്കമാണെന്ന് പറഞ്ഞ് അത് പിടിച്ചു വാങ്ങി നെഞ്ചിനോട് ചേർത്ത് വെച്ച് ലോകത്തോട് വിട പറഞ്ഞ സ്വഹാബിയാണ്, ഷഹീദാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു. രണ്ട് കണ്ണുകളെ കൊണ്ട് ഹറാം നോക്കുന്ന ചെറുപ്പക്കാരൊന്ന് ആലോചിക്കണം. അനാവശ്യമായ വീഡിയോകൾ കണ്ണുകൊണ്ട് കാണുന്നവരെ, അനാവശ്യമായി ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നവരെ, അത് ആളുകളിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരെ, തിന്മകളിലായി സമയം ചെലവഴിക്കുന്നവരൊന്ന് ആലോചിച്ചു നോക്കണമേ. രണ്ട് കണ്ണും കാണാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം തങ്ങൾ അള്ളാഹുവിന് ചെയ്തു കൊടുത്ത സേവനം, രണ്ട് കണ്ണുകൾ ഉണ്ടായിട്ട് എനിക്ക് അള്ളാഹു ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് അള്ളാഹുവിന്? മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ മകനെ പോലെ നല്ല ഒരു മകനെ അള്ളാഹു നമുക്ക് നൽകുകയായിരുന്നുവെങ്കിൽ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ വരാൻ പോകുന്ന സർവമാന ഖലീഫമാർക്കും മാതൃകയായി ലോകം കണ്ട തിരിച്ചറിഞ്ഞ പ്രഗത്ഭനായ അമവി ഭരണാധികാരിയായി ഉമ്മത്തിന് സാഹിദായവർ, പരിത്യാഗിയായവർ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് എന്നവരോട് യാ സാഹിദു, പരിത്യാഗിയായവരെ, സാഹിദായവരെ, ഈ ലോകം ത്യജിച്ചവരെ എന്നൊരാൾ വിളിച്ചപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ പറഞ്ഞ മറുപടി: എന്നെ സാഹിദ് എന്ന് പറയല്ലേ, ഞാൻ എന്താണ് പരിത്യജിക്കാൻ? എന്താ എന്റെ കയ്യിലേക്ക് വന്നത്? പൈസ വന്ന് അത് ഉപയോഗിക്കാതെ പൈസയുണ്ടായി, അതുകൊണ്ട് ആഖിറത്തിന് വേണ്ടി ചെലവഴിച്ചവരെ, അവരല്ലേ സാഹിദീങ്ങൾ. الزاهد عمر بن عبد العزيز أتته الدنيا وهي راغمة ثم زهد فيها. അബ്ദുല്ലാഹി ഇബ്നു മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണ് പരിത്യാഗി. അതതുഹു ദുനിയാ വഹിയ റാഗിമ. വേണ്ടാന്ന് വിചാരിച്ചിട്ടും ഐഹികമായ സംവിധാനങ്ങളും എല്ലാവിധ സജ്ജീകരണങ്ങളും ഐഹികമായ എല്ലാ സൗകര്യങ്ങളും മുമ്പിലേക്ക് വരികയും എന്നിട്ട് വേണ്ടെന്ന് വെക്കുകയും ചെയ്ത പരിത്യാഗിയാണ് ഭരണാധികാരിയും ഖലീഫയുമായിരുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങളുടെ പേരക്കുട്ടിയാണ്. അവരല്ലയോ സാഹിദ്? ഞാൻ എന്ത് സാഹിദാണെന്ന് ചോദിച്ച സാഹിദീങ്ങളുടെ നേതാവാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു. ആ മഹാനവറുകൾക്ക് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയത് 17 വയസ്സുള്ള അബ്ദുള്ള എന്ന പ്രിയപ്പെട്ട മോനാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. 17 വയസ്സാണ് പ്രായം. മഹാനവറുകൾ ഭരണാധികാരം ഏറ്റെടുത്തപ്പോ പ്രിയപ്പെട്ട മകൻ അബ്ദുള്ള വന്നിട്ട് പറഞ്ഞു: ഉപ്പാ, അൽഹംദുലില്ലാഹ്, അല്ലാഹു ഉപ്പാ നിങ്ങൾക്ക് അധികാരം ഏൽപ്പിച്ചിരിക്കുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ജീവിതത്തിൽ ദൃഢമായ കാൽവെപ്പുകൾ എടുത്ത ആളാണ്. അവർ പറയുമായിരുന്നു, എപ്പോഴും ഏറ്റവും നല്ലത്, എപ്പോഴും ഏറ്റവും മുന്തിയത്, ഉയർന്ന സ്ഥാനം, ഉയർന്ന ലക്ഷ്യം, ഇതാണ് എന്റെ ജീവിതം. ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക്കിനെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ അന്ന് മോഹിച്ചു. ഫതസവ്വജ്തുഹാ, രാജാവിന്റെ മോളെ ഞാൻ കല്യാണം കഴിച്ചു. ثم طاقت نفسي الى الخلافه. തന്റെ മുമ്പുള്ള ഭരണാധികാരികൾ മുഴുവനും തോന്നിവാസികളായി ജീവിതം കഴിച്ചപ്പോ, ജനങ്ങളുടെ സമ്പത്ത് മുഴുവനും പിടിച്ചുവെച്ച് സുഖലോലുപരായി കഴിഞ്ഞപ്പോ അധികാരം വേണമെന്ന് ഞാൻ കൊതിച്ചു, ഞാൻ ആഗ്രഹിച്ചു, ഖിലാഫത്ത് വേണമെന്ന്. അള്ളാഹു എന്നെ ഖലീഫയായി നിയമിക്കുകയും ചെയ്തു, അമീറുൽ മുഅ്മിനീനായി. അതും അള്ളാഹു എനിക്ക് തന്നു. ഞാൻ ആഗ്രഹിച്ച രണ്ടും തന്നു. ഇനി മൂന്നാമത്തേതൊന്നുണ്ട്, ഞാൻ അതിനാണ് ആഗ്രഹിക്കുന്നത്. വതതൂഖു നഫ്സി ഇലൽ ജന്ന
സ്വർഗം കിട്ടണമെന്നും എന്റെ ആഗ്രഹങ്ങളിലുണ്ട്. സ്വർഗം കിട്ടണം. ഇവിടെ ഞാൻ രാജാവിന്റെ മകൾ അബ്ദുൽ മലിക് ബിൻ മർവാനിന്റെ മോളെ കല്യാണം കഴിക്കണമെന്ന് കൊതിച്ചു. അള്ളാഹു എനിക്കത് തന്നു. എന്റെ ഭാര്യ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്കാണ്. എനിക്ക് ഖിലാഫത്ത് വേണമെന്ന് ഞാൻ കൊതിച്ചു. ഞാൻ അധ്വാനിച്ചു. അള്ളാഹു എനിക്ക് തന്നു. ഇനി ഒരു അധ്വാനം കൂടെയുണ്ട് എനിക്ക് ബാക്കി, ഒരാഗ്രഹം കൂടെ ബാക്കിയുണ്ട്. അത് നാളെ അള്ളാന്റെ സ്വർഗം കിട്ടണമെന്നാണ്. അത് അള്ളാഹു തരുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷയെന്ന് ഈ ലോകത്ത് വെച്ച് പറഞ്ഞു പോയ മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. വലിയ ലക്ഷ്യങ്ങൾ. മഹാനവറുകളോട് പ്രിയപ്പെട്ട മോൻ അബ്ദുള്ള വന്നുകൊണ്ട് പറയുന്നു, 17 വയസ്സുള്ള മോനാ പറഞ്ഞത്, യാ അബതി ഇന്നകൽ യൗമ സൗഫ തുസ്അലു യൗമൽ ഖിയാമഹ വയുസ്അലു മഅക അഹ്ലു ബൈതിക്. വാപ്പാ, അധികാരം ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. നാളെ അല്ലാഹു നിങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ ഹാജരാക്കും. അധികാരം ലഭിച്ചിട്ട് എന്താണ് നിങ്ങൾ ചെയ്തതെന്ന് ഉപ്പാ നിങ്ങളോട് അല്ലാഹു ചോദിക്കും. ആ ചോദിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ വീട്ടുകാരായ ഞങ്ങളെ പറ്റിയും അല്ലാഹു നിങ്ങളോട് ചോദിക്കും. ഉപ്പാ, ഓർമ്മ വേണമെന്ന് ആദ്യമായി അധികാരത്തിലേറിയ ദിവസം ബാപ്പയെ ഉപദേശിച്ച മോനാണ് 17 വയസ്സുള്ള അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾക്കൊരു മോനുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവർക്കൊരു മോനുണ്ട്, അബ്ദുള്ള എന്ന മോന്. മുത്തബിഉസ് സുന്നഹ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർക്കും ഒരു മോൻ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഫംശി അലൽ ഹഖ്. അതുകൊണ്ട് ഉപ്പാ, സത്യത്തിന്റെ വഴിയിലൂടെ നടക്കണം. ഉപ്പാ, സത്യത്തിന്റെ വഴിയിൽ ഉപ്പ നടക്കണം. ഫംശി അലൽ ഹഖ്. വലൗ വദിഅനാ ഫിൽ ഖുദൂരി തുഗ്ലാ ബിനാ. നമ്മളെ മുഴുവനും ഒരു പാത്രത്തിലിട്ട് തിളച്ച വെള്ളത്തിലേക്ക് നമ്മളെ ആളുകൾ വലിച്ചെറിഞ്ഞാൽ പോലും ഉപ്പാ സത്യം വിളിച്ചു പറയണം എന്ന് പ്രിയപ്പെട്ട വാപ്പയെ ഉപദേശിച്ച 17കാരനായ മോനെ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഞങ്ങൾ അല്ലാഹുവിനെ ഓർത്ത് സ്തുതിക്കുന്നുണ്ട്. എങ്ങനെ? തിളച്ചുമറിയുന്ന വെള്ളത്തിലിട്ട് നമ്മളെ അങ്ങ് പൊരിച്ചെടുത്താൽ തന്നെയും സത്യമേ വിളിച്ചു പറയാവൂ. ഇപ്പൊ വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും പേടിക്കരുത് എന്നതിനർത്ഥം. അതിലൊന്നും പേടിച്ച് ചൂളിപ്പോവേണ്ടതല്ല. ചുടുവെള്ളത്തിൽ മുക്കിയെടുത്താൽ പോലും സത്യമാണെന്ന് ബോധ്യപ്പെട്ടത് ധൈര്യമായിട്ട് നിലകൊള്ളുകയും സത്യം ഏറ്റെടുക്കുകയും അത് വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ ഏതെങ്കിലും കോണുകളിൽ നിന്ന് വല്ല പ്രകമ്പനങ്ങൾ ഉണ്ടായാൽ തന്നെയും ലാ നഖാഫു ഫില്ലാഹി ലൗമത ലായിം, അല്ലാഹുവിന്റെ വിഷയത്തിൽ ആക്ഷേപിക്കുന്നവരുടെ ആക്ഷേപങ്ങളൊന്നും വിലപ്പോവില്ലെന്ന് പറയാനുള്ള തന്റെ ഇടം ദീനീ പ്രബോധകന്മാർക്കുണ്ടാവേണ്ടതുണ്ട്. ഒച്ചപ്പാടുകൾ എവിടെന്നാ ഇല്ലാതിരിക്കുക, പ്രതികരണങ്ങൾ എവിടെന്നാ ഇല്ലാതിരിക്കുക, ആക്ഷേപങ്ങൾ എവിടെന്നാ ഇല്ലാതിരിക്കുക. മിണ്ടുന്നവരോട് ആക്ഷേപിക്കുന്നവർ കാണും. എന്തെങ്കിലും വിളിച്ചു പറയുമ്പോഴല്ലേ ആർക്കെങ്കിലും ആക്ഷേപിക്കേണ്ടി വരികയുള്ളൂ. മിണ്ടാത്തവർക്ക് എന്താ ആക്ഷേപം? പക്ഷേ സത്യമാണെന്ന് ബോധ്യപ്പെട്ട പരമമായ സത്യങ്ങൾ ഒരാളെയും കൂസാതെ ഒരാളെയും പേടിക്കാതെ വിളിച്ചു പറയാനുള്ള തന്റെ ഇടം ഉപ്പാ നിങ്ങൾക്ക് വേണമെന്ന് പ്രിയപ്പെട്ട വാപ്പ അധികാരസ്ഥനായപ്പോ വാപ്പയെ ഉപദേശിച്ചു പോയ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മുഅ്മിനീങ്ങളെ നമുക്ക് മാതൃകയാണത്. ഫംശി അലൽ ഹഖ്. ഉപ്പാ, ഹക്കിന്റെ മാർഗത്തിലാണ് അങ്ങ് ചരിക്കേണ്ടത്, സത്യത്തിന്റെ മാർഗത്തിൽ. അത് പക്ഷേ ചില ആളുകൾക്ക് പിടിച്ചില്ലെന്ന് വരും. ചില സത്യം തുറന്നു പറയുമ്പോൾ ചില കോണുകളിൽ പ്രകമ്പനങ്ങളുണ്ടാകുന്നുണ്ടെന്നറിയാം. ചിലർക്ക് പിടിക്കുന്നില്ലെന്നറിയാം. ഇത് ഞങ്ങളെയാണോ ആക്ഷേപിക്കുന്നു തോന്നുന്നുണ്ടാകാം. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയേണ്ടതുണ്ട്. വ്യക്തി ആക്ഷേപങ്ങളല്ല, ആരെയും ഇടിച്ചു താഴ്ത്തുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. പരമമായ സത്യങ്ങൾ വിളിച്ചു പറയേണ്ടി വരും. അതൊരു പക്ഷേ കൈപ്പുള്ള സത്യമായിരിക്കാം. പക്ഷേ ഒരു പ്രബോധകൻ ചൂളിപ്പോവാൻ പാടുള്ളതല്ല. ചുടുവെള്ളത്തിൽ മുക്കിയെടുത്താൽ പോലും ഉപ്പാ നിങ്ങൾ പതറരുത് എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട മോൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണ് നമ്മുടെ മാതൃക.
അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. സത്യത്തിൽ ഉറച്ചു നിന്ന് ഈ ഉമ്മത്തിന്റെ മുമ്പിൽ നേരും നെറികേടും എന്താണെന്ന് തിരിച്ചറിയാൻ, സത്യവും അസത്യവും എവിടെയാണെന്ന് തിരിച്ചു മനസ്സിലാക്കാനുള്ള തന്റെ ഇടം ഈ ഉമ്മത്തിന് ലഭിക്കാൻ നമ്മൾ സത്യത്തിൽ ഉറച്ചു നിൽക്കേണ്ടവരാണ്. പതറിപ്പോവരുത്. ആക്ഷേപങ്ങൾ ഉണ്ടാകും, പരിഹാസ്യങ്ങൾ ഉണ്ടാകും, വളരെ നിസ്സാരപ്പെടുത്തിയുള്ള കമന്റുകൾ വരാം. ഇതൊക്കെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങി നിൽക്കുന്ന സംഗതികളാ. ചുടുവെള്ളത്തിൽ മുക്കിയെടുത്താൽ പോലും സത്യമല്ലാതെ മറ്റൊന്നും വിളിച്ചു പറയരുതേ ഉപ്പ എന്ന് ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ബാപ്പയെ ഉപദേശിച്ചു കൊടുത്ത ഈ ഉമ്മത്തിന്റെ 17 വയസ്സുള്ള ചുണക്കുട്ടിയാണ് അബ്ദുല്ലാഹിബ്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അത് കേട്ടപ്പോഴാണ് പ്രിയപ്പെട്ട വാപ്പ പറഞ്ഞത്, അൽഹംദുലില്ലാഹ് അല്ലദീ ജഅല മിൻ അഹ്ലി ബൈതി മൻ യുദക്കിറുനി. എന്നെ ഉപദേശിക്കാനും ഓർമ്മപ്പെടുത്താനും എന്റെ വീട്ടുകാരിൽ നിന്ന് ഒരു പ്രിയപ്പെട്ട മകനെ എനിക്ക് തന്ന അല്ലാഹുവേ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന ഭരണാധികാരി, പ്രിയപ്പെട്ട ഉപ്പ, മോനെ നിന്നെ പോലോത്തൊരു മോൻ അല്ലാഹു എനിക്ക് തന്നുവല്ലോ. മഹാനവറുകളുടെ മുൻഗാമികളായ ഭരണാധികാരികൾ മുസ്ലിമീങ്ങളുടെ സ്വത്ത് പിടിച്ചു വെക്കുകയും തങ്ങളുടേതാക്കി വെക്കുകയും ചെയ്തപ്പോ അന്നത്തെ ഉലമാ പറഞ്ഞു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് നിങ്ങൾക്കതിൽ കുറ്റമില്ല, നിങ്ങളുടെ മുൻഗാമികൾ ചെയ്ത പാപങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കേണ്ടതില്ല. അവിടുത്തെ ഫുഖഹാ മുഴുവനും അത് പറഞ്ഞപ്പോഴും വേണ്ട വേണ്ട, ജനങ്ങളുടെ അന്യായമായ സ്വത്ത് ഒന്നുപോലും ഒരാളുടെ കയ്യിലും കിടക്കരുത്, അർഹർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് മഹാനവറുകൾ തീരുമാനിച്ചുറച്ച് തന്റെ ഭരണകാലത്ത് ചെയ്ത ഏറ്റവും വലിയ നന്മതായിരുന്നു തന്റെ മുൻഗാമികൾ ചെയ്ത നെറികേടുകൾ തിരുത്തിയ മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അത് തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ച് മഹാനവറുകൾ ഉച്ചഭക്ഷണം കഴിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞു, ഇത് ഖൈലൂലത്തിന്റെ സമയമായിട്ടുണ്ട്, ഉച്ച കഴിഞ്ഞ് ഒരൽപ്പം മയങ്ങുന്ന സമയമായിട്ടുണ്ട്, അതുകൊണ്ട് വിശ്രമം കഴിഞ്ഞിട്ട് പോരെ എന്ന് ചോദിച്ചു. ഞാനൊന്ന് ഉറങ്ങട്ടെ മോനെ. അശ്ർ നിസ്കാരം കഴിഞ്ഞ ഉടനെ പിന്നെ എല്ലാ ജനങ്ങളെയും വിളിക്കുകയായി. അവർക്ക് ഓരോരുത്തരുടെയും സ്ഥലം, അവരുടെ സമ്പത്ത്, എന്തൊക്കെ തന്റെ മുൻഗാമികൾ പിടിച്ചു പറിച്ചിട്ടുണ്ടോ അതൊക്കെ തിരിച്ചെടുത്തോളൂ എന്ന് ഓരോരുത്തരെയായി വിളിച്ച് ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് തിരിച്ചു കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. എപ്പോ? അശ്ർ നിസ്കാരത്തിന്റെ ശേഷം. അപ്പോഴാണ് 17 വയസ്സുള്ള പൊന്നുമോൻ പറഞ്ഞത്, ഉപ്പാ, ഈ ളുഹ്ർ നിസ്കാരത്തിന്റെ ഇടയിൽ, അസറിന്റെ ഇടയിൽ നിങ്ങൾ വിശ്രമിക്കാൻ കിടക്കുകയും അസർ കഴിഞ്ഞിട്ട് മതി എന്ന് തീരുമാനിക്കുകയും ചെയ്താൽ ഉപ്പാ, അസർ വരെ അങ്ങ് ജീവിച്ചിരിക്കുമെന്ന് വല്ല ഉറപ്പുമുണ്ടോ? അതുകൊണ്ട് ഉപ്പാ ഇപ്പോഴേ ചെയ്തോളൂ. അധികാരമേറ്റെടുത്ത ഇന്നത്തെ ദിവസം ഉറങ്ങല്ല ഉപ്പ, നിങ്ങൾക്ക് വിശ്രമം വേണ്ട, നിങ്ങൾ വിശ്രമിക്കണ്ട, ഉപ്പ വരണം, ഇപ്പോഴേ തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞ് സ്വന്തം വാപ്പയെ ഖൈലൂലത്തിന്റെ ഒരു വിശ്രമത്തിന് പോലും പറഞ്ഞേക്കാതെ ഉടനടി തീരുമാനമെടുക്കാൻ വാപ്പയെ പഠിപ്പിച്ച പൊന്നുമോൻ അബ്ദുല്ലാഹിബ്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഈ ചെറുപ്പക്കാരൻ മരിക്കുന്നത് 19 വയസ്സുള്ളപ്പോഴാണ്. 19 വയസ്സ്. ഈ ഉപദേശം വാപ്പാക്ക് കൊടുക്കുന്നത് 17 വയസ്സുള്ളപ്പോ. അധികാരം ഏറ്റെടുത്ത സമയം, വാപ്പാ, നാളെ അല്ലാഹു നിങ്ങളെ ചോദ്യം ചെയ്യും, ഞങ്ങളെയും ചോദ്യം ചെയ്യും, അതുകൊണ്ടുപ്പാ സത്യത്തിന്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കണമേ. നമ്മളെ മുഴുവനും തിളച്ചുമറിയുന്ന വെള്ളത്തിൽ അങ്ങ് പൊരിച്ചെടുത്താൽ പോലും, തിളച്ചുമറിയുന്ന കലത്തിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞാൽ പോലും ഉപ്പാ സത്യത്തിന്റെ കൂടെ നിൽക്കണം എന്ന് വാപ്പയെ പഠിപ്പിക്കുകയും അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് പോരെ എന്ന് ചോദിച്ച് വിശ്രമിക്കാൻ പോകുമ്പോ, പോരാ, ഇപ്പോഴേ വേണം. വഹൽ തദ്മനു അൻ തഈശ ഇലൽ അസ്ർ, അസ്ർ വരെ നിങ്ങൾ ജീവിച്ചിരിക്കുമെന്ന് വല്ല ഉറപ്പുമുണ്ട വാപ്പാ എന്ന് ചോദിച്ച ആ പൊന്നുമോൻ 19-ാമത്തെ വയസ്സിലാണ് ലോകത്തോട് വിട പറയുന്നത്, മരിച്ചു പോകുന്നത്. അങ്ങനത്തെ തന്റെ ഇടമുള്ള മക്കൾ നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ ഈ ഉമ്മത്തിന്റെ സ്ഥിതി എന്തായിരിക്കും? ഈ ഉമ്മത്തിന്റെ ശോഭ, ഈ ഉമ്മത്തിന്റെ ഭാവി എന്തൊരു മനോഹരമായിരിക്കും. അള്ളാഹു തന്റെ ഇടമുള്ള കാര്യബോധമുള്ള യുവാക്കളെ, യുവതികളെ, ചെറുപ്പക്കാരെ അള്ളാഹു ഈ ഉമ്മത്തിന് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ സംഘാടകരൊക്കെ നിങ്ങൾക്കിടയിൽ റെഡിയായി നിൽക്കുന്നുണ്ട്. എന്ത് ചെയ്യാ? വേറെ പിരിവില്ല എന്നൊക്കെ പറഞ്ഞില്ലേ?
ഒരു സ്വർണം വീണ് കിട്ടിയിട്ടുണ്ട്, തെളിവ് സഹിതം വന്നാൽ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് സംഘാടക സമിതി. അതങ്ങ് സ്വതക്കെ ഇതൊക്കെ പറ്റുന്ന അപ്പോ ആവശ്യക്കാരാണെങ്കിൽ എന്ത് ചെയ്യാ, ചോദിച്ചു വന്നേക്കണേ, ഒരു സ്വർണം വീണ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കാര്യമായിട്ട് കൊടുക്കണം. നിങ്ങൾ 10 റുപ്യ എടുത്തിട്ടൊന്ന് ഒഴിവാക്കി വിടല്ലേ. കാരണം വേറെ ഒരു ഫണ്ടും ഇല്ല എന്നാ പറഞ്ഞു. വേറെ പറഞ്ഞാൽ മതി, പിരിവൊക്കെ ഞങ്ങൾ എങ്ങനെങ്കിലൊക്കെ നടത്തിക്കോളും, നിങ്ങളൊന്ന് പാട്ടപ്പിരിവ് വരുമ്പോൾ ഒന്ന് ശരിക്കൊന്ന് പറഞ്ഞാൽ മതി എന്നെ ഏൽപ്പിച്ചതാ. അതുകൊണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇങ്ങനെ കൊടുത്തിട്ട് ഒഴിവാ. എന്ത് വാങ്ങിയാലും പോവും, പാക്കറ്റ് ഒരു പറ്റൂല, എന്ത് പോരാന്നൊന്നും പറയില്ല. അത് നിങ്ങൾക്കുള്ളതാണ്, നിങ്ങളുടെ ഖബറിലേക്കുള്ളതാണെന്ന് വിചാരിച്ചു കൊടുത്തേക്ക്. ഇത് ആർക്കോ ഉള്ളതാണെന്ന് വിചാരിച്ചു കൊടുക്കുമ്പോഴാ കൊടുക്കാൻ പിശുക്കത്തരം വരുത്. എനിക്കുള്ളത് തന്നെയാന്ന് വിചാരിച്ചാൽ അങ്ങനെയാണല്ലോ, നമ്മൾ ഓരോരുത്തർക്കും കിട്ടാനുള്ളതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്ത് വെച്ച് കൊടുത്തേക്ക്. ആ കണ്ണൊട്ടികൾ വരെ എടുക്കാത്ത നോട്ടൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, കീറി പറഞ്ഞേക്ക് ആ കെട്ട് ഒഴിവാക്കി വിടണ്ട. നല്ല ഉഷാറിൽ തന്നെ 1000 10,000 കൊടുക്കാൻ പറ്റുന്നു അവിടെ കൊടുത്തേക്ക്. ഇനി വേറെ എന്തില്ല, നിങ്ങളോട് 10,000 തരാൻ പറ്റുള്ളൂ എഴുന്നേറ്റേക്ക്, ആ പരിപാടിയൊന്നും ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടറിഞ്ഞു കൊടുക്കുക. എത്ര പറഞ്ഞ പോരെ, നിങ്ങൾ കൊടുക്കൂലേ? ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞേട്ടെ. കൊടുത്ത് കഴിഞ്ഞ പോലെ പറഞ്ഞിട്ടുള്ളൂ. നമുക്കത് വിജയിപ്പിക്കണം. ഒരു 5-8 ലക്ഷം റുപ്യ അവർക്ക് ചെലവ് വരുന്നുണ്ടെന്നാ പറഞ്ഞു. 8 ലക്ഷം എന്നോ 6 ലക്ഷം എന്ന് പറഞ്ഞേ? 6 4 ലക്ഷം 6 ലക്ഷം റുപ്യ വേണമെന്ന് പറഞ്ഞു. അതൊക്കെ പോയി വാട്ടപ്പേരിൽ കിട്ടുമോ? നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവല്ലോ. അല്ല, ഇവർക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടോ? ഫ്രീ ആയിട്ട് തന്നെയാണോ? എല്ലാവർക്കും സംഘാടകരൊക്കെ ഒന്ന് ബോട്ടിലാണെങ്കിൽ എത്തിച്ചു കൊടുക്കുക. ഇടയിൽ എഴുന്നേറ്റ് വെള്ളം കുടിക്കാൻ പോകാനൊക്കെ വല്ല പ്രയാസം ഉണ്ടാവും. ചൂടല്ലേ, ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുക, വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക, നല്ലതാണ്. പെണ്ണുങ്ങളെടുത്ത് പെണ്ണുങ്ങൾ വളണ്ടിയർമാരില്ലേ? ഉണ്ട്, പെണ്ണുങ്ങൾ തന്നെയല്ലേ വളണ്ടിയർമാര്, അവിടെ ആണുങ്ങൾ വിടരുത്. അപ്പൊ എന്ത് ചെയ്യുക, ആണുങ്ങൾക്കിടയിൽ നമ്മുടെ ചെറുപ്പക്കാർ പോവുക, പെണ്ണുങ്ങൾക്കിടയിൽ പെണ്ണുങ്ങൾ വളണ്ടിയർമാരുണ്ട്. വെള്ളം കുടിക്കാനുള്ള സൗകര്യം കൊടുക്കുക. എന്ത് ചെയ്യുക, എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ എത്തിച്ച് തന്നെ കൊടുക്കുക. സദസ്സിൽ നല്ല കൂലി കിട്ടും ഇൻഷാ അല്ലാഹ്. അതൊക്കെ വളണ്ടിയർമാർ കൊണ്ടുപോകാം കൂലിയൊക്കെ. അള്ളാഹു അവർക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ആരൊക്കെ ഇതിനു വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ടോ അതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നല്ല ചൂടുണ്ടാവുമ്പോഴേ ഉസ്താദ് വെള്ളം കുടിക്കുമ്പോൾ അങ്ങ് തോന്നുന്നു, പഠിച്ച റബ്ബേ ആ ഒരു ഗ്ലാസ് എനിക്ക് കിട്ടിക്കണമെങ്കിൽ ഒരു പകുതി. അപ്പൊ ഈ ഗ്ലാസ് നമുക്ക് ഇങ്ങനെ നോക്കണ്ട, അങ്ങനെയുള്ള വെള്ളം എന്ത് ചെയ്തിട്ടുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പോ അള്ളാഹു സ്വീകരിക്കണം. നല്ല ചൂടുണ്ടല്ലേ നാട്ടില്. മഴയ്ക്ക് വേണ്ടി ഒന്നും തോരക്കണമെന്നും ഇല്ലാന്ന് തോന്നുന്നു. മഴ വരികയാണെങ്കിൽ വന്നോട്ടെ, വിഷുവിന് വരുമെന്ന് പറഞ്ഞു, കാണുന്നില്ല. അതൊക്കെയാ പറഞ്ഞിരിക്കണേ. ഇപ്പൊ അള്ളാഹുവിനോട് ചോദിച്ചോ, അല്ലാഹുമ്മ അഗ്സിനാ ഗൈസൻ മുഗീസാ, പഠിച്ചവനെ നല്ല മനോഹരമായ സുന്ദരമായ നല്ല മഴ നീ ഞങ്ങൾക്ക് നൽകണമേ. എല്ലാവർക്കും പറയാൻ പറ്റിയ ദുആയാണ് അല്ലാഹുമ്മ അഗ്സിനാ ഗൈസൻ മുഗീസാ. ഈ വാഴ കഴിഞ്ഞിട്ട് പെയ്താൽ മതി. നല്ലൊരു മഴയ്ക്ക് വേണ്ടി ദ്വാരക്കണം. അല്ലാഹുമ്മ അഗ്സിനാ എന്ന് പറഞ്ഞു നോക്കി. അല്ലാഹുമ്മ അഗ്സിനാ ഗൈസൻ മുഗീസാ, അല്ലാഹുമ്മ അഗ്സിനാ ഗൈസൻ മുഗീസാ. അത് പള്ളിയിലെ ഖതീബ് തന്നെ പറയാൻ നിൽക്കണ്ട, നമുക്കൊക്കെ പറയാം, എല്ലാവർക്കും ദ്വാരക്കാം. പക്ഷോനെ നല്ല മഴ കൊണ്ട് റബ്ബേ. അള്ളാഹ് തന്നിട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. ഒരു കലക്ടർക്ക് കത്തയച്ചിട്ടും കാര്യമില്ല, മേൽ തന്നെ വരണ്ടേ, ആർക്കൊന്നും ചെയ്യാൻ പറ്റൂല. അള്ളാഹുവിനോട് തന്നെ ചോദിക്കും. അള്ളാഹു തആല ഉഷ്ണവും ജലദൗർലഭ്യവും ഒക്കെ അനുഭവിച്ച് വളരെ വിഷമിക്കുന്ന ഒരുപാട് പ്രദേശത്തുകാരുണ്ട്. അവർക്കും ജീവജാലങ്ങൾക്കും ജന്തുക്കൾക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ ചൂടുകൊണ്ട് പ്രയാസങ്ങളുണ്ട്. അള്ളാഹു തആല അവന്റെ ഓശാരമായ റഹ്മത്ത് അള്ളാഹു വളരെ പെട്ടെന്ന് നമ്മുടെ നാടുകളിലേക്ക് അള്ളാഹു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. بسم الله الرحمن الرحيم. ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. ജീവിതം അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചവരെ 7 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 7 വയസ്സ്, മദ്രസ 2ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടാവുള്ളൂ, അല്ലെ 1-ലോ വലിയ 1-ലോ 2-ലൊക്കെ. 7 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഈ ദീനിന് സേവനം ചെയ്യാൻ തുടങ്ങിയത്. 7 വയസ്സുള്ളപ്പോൾ കുട്ടികളിൽ നിന്ന് ആദ്യമായി അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹു ഏകനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നബിയേ, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നുവെന്ന്
ഷഹാദത്ത് ചൊല്ലുന്നത് മഹാനവറുകൾക്ക് 7 വയസ്സുള്ളപ്പോഴാണ്. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയ ജീവിതത്തിന്റെ ത്യാഗം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ എന്ന ഹബീബിന്റെ പുതിയാപ്പിള, ഹബീബിന്റെ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്ത അലി റളിയല്ലാഹു അൻഹു 7 വയസ്സിൽ തുടങ്ങിയ ത്യാഗം അവസാനിക്കുന്നത് 63 വയസ്സിൽ മഹാനവറുകൾ ഷഹീദാകുമ്പോഴാണ്. 63 വയസ്സ്. 63 കൊല്ലം വരെ, 7 വയസ്സ് മുതൽ 63 കൊല്ലം വരെ ദീനിന് വേണ്ടി ത്യാഗം ചെയ്ത അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ എന്ന ലോക പ്രശസ്തനായ സാഹിദ്, സൂഫിവര്യനായിരുന്ന, പരിത്യാഗിയായിരുന്ന സാഹിദീങ്ങളുടെ നേതാവായി വിലസിച്ച മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അന്ന് കുതിരയല്ലാതെ മറ്റൊന്നും ചിന്തിക്കാത്തൊരു ചെറുപ്പക്കാരനായിരുന്നു. കുതിര മത്സരം, കുതിരയോട്ടം. അന്നത്തെ കാർ അതാ. കാറിന്റെ ക്രേസ് ഉള്ളവരുണ്ടാവും. ഇങ്ങനെ സ്പോർട്സ് കാർ വാങ്ങ, ആ കാർ വാങ്ങ, ഈ കാർ വാങ്ങ, ജീവിതം മുഴുവൻ കാർ. അതിനെങ്ങനെ മിനുക്കി കൊണ്ടടക്കുക, അതിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക. തൊട്ട അയലോകത്ത് കഞ്ഞുടിക്കാൻ വകല്ലാത്തുണ്ടാവും. ഈ കാറ് പോളിഷ് ചെയ്ത കാശ് മതിയാവും ചിലപ്പോൾ അവർക്ക് ഒരു നേരത്തെ കഞ്ഞിക്ക്, ഒരു മാസത്തിന് കൊടുക്കൂല. ഇബ്രാഹിം അദ്ഹം തങ്ങൾക്ക് മഹാനവറുകളുടെ ജീവിതത്തിൽ കുല്ലു ഹമ്മിഹി ഫിദ്ദുന്യാ ലഹ്വുഹു ബിൽ ഫറസ്, സ്വന്തം കുതിരയെ ഓടിക്കുകയും കുതിരയുമായി ചുറ്റിപ്പറ്റിയുള്ള ആനന്ദങ്ങളുമല്ലാതെ, കുതിര സവാരി, അതിനെ കുളിപ്പിക്കൽ, അതിന് നെറ്റിപ്പട്ടം കെട്ടിക്കൊടുക്കൽ, അതിനെ അലങ്കരിക്കൽ, ഇതല്ലാതെ മറ്റൊന്നും ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ മഹാനായ ഇബ്രാഹിം അദ്ഹം തങ്ങൾ എന്ന ചെറുപ്പക്കാരൻ അന്നത്തെ വാഹനവുമായി കെട്ടിപ്പിണഞ്ഞ് നടക്കുമ്പോഴാണ് പ്രായമുള്ള ഒരു വല്യുപ്പ പോയി പറഞ്ഞത്, മോനെ യാ ഇബ്രാഹിം അലിഹാദാ ഖുലിഖ്ത്, ഇബ്രാഹിമേ നിങ്ങൾ ഇതിനാണോ അല്ലാഹ് പടച്ചത്? ഇങ്ങനെ വണ്ടി കഴുകി കൊണ്ടടക്ക, ഇത് തന്നെയാണോ പണി? ഇതിനാണോ ആകെയുള്ള ജീവിതം? ഇതിനാണോ നിങ്ങൾക്ക് അല്ലാഹു ജന്മം നൽകിയത്? ഇതിനാണോ ഈ ലോകം അല്ലാഹു തന്നത്? ജഹാ ഹേ തെരേ ലിയേ ന തൂ ജഹാൻ കേ ലിയേ, ഈ ലോകം നിനക്ക് വേണ്ടി പടച്ചു, നീ ഈ ലോകത്തിന് വേണ്ടിയല്ല, നീ അല്ലാഹുവിന് വേണ്ടി പടക്കപ്പെട്ടവനാണ്. അം ബിഹാദാ ഉമിർത്, ഇത് ചെയ്യാനാണോ ആകെ നിങ്ങളെ അല്ലാഹു ലോകത്തേക്ക് പറഞ്ഞു വിട്ടത്? വാഹനവുമായി കെട്ടിപ്പിണഞ്ഞ് ജീവിക്കാൻ ഇത് മതിയോ ജീവിത ലക്ഷ്യം എന്ന ഒരൊറ്റ ചോദ്യമാണ് ഇബ്രാഹിം അദ്ഹം തങ്ങളുടെ ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. വീട്ടിൽ ചെന്ന് ആലോചിച്ചു, ഇതിനാണോ ഞാൻ സൃഷ്ടിക്കപ്പെട്ടത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞ ലക്ഷ്യങ്ങൾ എന്ത്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ് ഇല്ലാ ലിയഅ്ബുദൂൻ, എന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനും നാവുകളിൽ ദിക്റുമായി നടക്കാനും എന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലാനും എന്നെ ഓർത്ത് നടക്കാനുമല്ലാതെ മറ്റെന്തിനാ ഞാൻ ജനങ്ങളെ പടച്ചത്? ഇത് കണ്ടപ്പോഴാണ് വാഹനങ്ങളുടെ ലോകത്ത് നിന്ന് ഇബാദത്തിന്റെ ലോകത്തേക്ക് കടന്നു വരികയും സയ്യിദു താബിഈൻ, പിൻഗാമികളുടെ നേതാവായി മാറുകയും ചെയ്തത് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. സടകുടഞ്ഞ് എഴുന്നേറ്റ് നടക്കുകയാണ്. 7 or 8 പ്രായമുള്ള ഒരു ചെറിയ കുട്ടി അന്ന് മദീനയിലെ വഴികളിൽ കിടക്കുന്നു. പേര് അബ്ദുല്ലാഹിബ്നു സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. ചെറിയ കുട്ടിയാണ്, 7 or 8 വയസ്സാണെന്ന് പ്രായം. മദീനയിലൂടെ നടക്കുമ്പോ വരുന്നുണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങളെ കാണുമ്പോഴേക്കും എല്ലാ കുട്ടികളും ഓടി ഒളിക്കും. മുമ്പൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? സദറുസ്താദ് വരാന്ന് പറഞ്ഞാൽ പിന്നെ കളിയൊക്കെ നിർത്തിയിട്ട് മടക്കത്തൊക്കെ അയച്ചിട്ട് നല്ല അച്ചടക്കത്തിൽ. ഇന്ന് ഉസ്താദ് വരികയാണെങ്കിൽ ക്രിക്കറ്റ് ബാറ്റ് ചെയ്യാൻ, ഉസ്താദിന് കൊള്ളുകയാണെങ്കിൽ സോറി ഉസ്താദ് എന്ന് പറയാന്നല്ലാതെ കളിയൊന്നും നിർത്തൂല അല്ലെ? ഉസ്താദിനെ പോവാണെങ്കിൽ പോയിക്കോട്ടെ, കളി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, ഈ എറിയിടോ, ഞാൻ ബാറ്റ് ചെയ്തോളാം. ഹിന്ദുക്കളായ സഹോദരന്മാർ വരെ നമ്മുടെ ആലിമീങ്ങളെയും സയ്യിദന്മാരെയൊക്കെ ബഹുമാനിച്ചൊരു കാലമില്ലായിരുന്നോ? അവരെ കാണുമ്പോഴേ എന്നിട്ട് മടക്കുത്തയച്ചിട്ടിട്ട് നമ്മുടെ അങ്ങാടികളിലൊക്കെ ഭവ്യതയോടുകൂടെ എഴുന്നേറ്റ് നിന്നൊരു കാലം. നമ്മളെ കണ്ടാലൊക്കെ അറിയാൻ നിൽക്കുകയാണ്. എവിടുന്നേ ഈ മാറ്റം വന്നത് എന്ന് വലിയൊരു ചോദ്യമാണ്. എവിടുന്ന് ഇത് മാറ്റം, എങ്ങനെ ഇത് മാറിയത്? പണ്ഡിതന്മാരൊക്കെ ആലിമീങ്ങളൊക്കെ
നല്ല സദവൃത്തരായി ജീവിച്ചപ്പോ ജനങ്ങളുടെ മനസ്സിലൊക്കെ വല്ലാത്തൊരു ബഹുമാനം ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്. അതിൽ നിന്ന് മാറ്റം വരുമ്പോ അതിന് കുറേയേറെ പണ്ഡിതന്മാരും ഉസ്താദുമാരും കാരണക്കാരാണ് എന്ന ഒരു പരമമായ കൈപ്പുള്ള സത്യം ഞാൻ പറയാണ്. പെൺകുട്ടികളെ ഇറക്കി ഓടിച്ചു കൊണ്ടുപോകാനൊക്കെ ഉസ്താദന്മാരെന്നെ വന്നിട്ട് അള്ളാന്റെ വിധിനെ തടുക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആക്ഷേപാർഹമായ രീതിയിൽ പെരുമാറാൻ തുടങ്ങിയ ഉംറക്ക് കൊണ്ടുപോവുക. എന്നിട്ട് ഉംറക്ക് പോകുന്ന നേതാവായ ഉസ്താദ് വേറെ പെണ്ണിന്റെ കൂടെ റൂമിൽ കിടക്കുക. അസ്തഗ്ഫിറുല്ലാഹ് അൽ-അലീം. എന്തൊരു മോശമാണ്. എന്നിട്ട് മുങ്ങ. ഇതൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയിൽ മെമ്പർമ ഖുത്ബ ഓതും ചെയ്യുക. വ്യഭിചാരം ചെയ്തിട്ട് എവിടുന്ന്? അള്ളാന്റെ ഹറമെന്ന്. അസ്തഗ്ഫിറുല്ലാഹ് അൽ-അലീം. ഇങ്ങനെയൊക്കെ നമ്മൾ അധപ്പതിച്ചാൽ തിരിച്ചു കിട്ടുന്നത് നിന്ദ്യതയാണ്. അവിടെയാണ് വിഷയം. അലകെട്ട് കെട്ടിയിട്ട് നടക്കുക, നാട്ടിലാകെ ഫിത്തന ഉണ്ടാക്കുക, ആകെ മദ്രസ ഊരി വെക്കുക, പള്ളി ഊരി വെക്കുക, ഇതേ ലക്ഷ്യമുള്ളൂ. ഇങ്ങനെ പണ്ഡിതലോകം അധപ്പതിച്ചാൽ തിരിച്ചു കിട്ടുന്നത് നിന്ദ്യതയാണ്. അല്ലാഹു ഉമ്മത്തിനെ ഇസ്സത്തിലാക്കി തരട്ടെ. അല്ലാഹു ഉമ്മത്തിനെ ഇസ്സത്തിലാക്കി തരട്ടെ. നമ്മുടെ പണ്ഡിതന്മാർക്ക് വലിയ തഖ്വയും ഇൽമും അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ബോധവും മുറാഖബത്തും അവരുടെ ഖൽബുകളിൽ ജീവിതത്തിൽ എപ്പോഴും അല്ലാഹു നൽകട്ടെ. അവര് പിഴച്ചാൽ സമൂഹം വളയും. അവിടെയാണ് വിഷയം. മഹാനായ ഉമർ തങ്ങൾ കടന്നു വരുമ്പോ എല്ലാ കുട്ടികളും കളി നിർത്തി ഓടിപ്പോകുന്നതാണ്. ഉമർ തങ്ങളെ കാണുമ്പോ കളി നിർത്തി ഓടിപ്പോകും. ഈ കുട്ടി മാത്രം ഓടിയില്ല. അബ്ദുല്ലാഹിബിൻ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു എന്ന 8 വയസ്സുള്ള ചെറിയ കുട്ടി മാത്രം ഓടിയില്ല. അമീറുൽ മുഅ്മിനീന വരുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരാണ്. ലോക ഭരണാധികാരികൾ പേടിച്ചു വിറക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഭയങ്കരമായിരുന്നു ഉമർ തങ്ങൾ. ജബൽ മുകബ്ബിർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഫലസ്തീനിൽ. ഉമർ തങ്ങൾ മസ്ജിദുൽ അഖ്സയെ നോക്കിക്കണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് മസ്ജിദുൽ അഖ്സയെ കാണാൻ തുടങ്ങിയപ്പോ, അഖ്സ പള്ളിയുടെ താക്കോൽ വാങ്ങിക്കാൻ വേണ്ടി മദീനയിൽ നിന്ന് യാത്ര പോയ നേരം ജബൽ മുഖബ്ബിറിലെത്തിയപ്പോഴാണ് അവിടുന്ന് നോക്കിയാൽ അഖ്സ പള്ളി കാണും. ഒരു കുന്നിൻ ചെരുവാണ്. അവിടുന്ന് തക്ബീർ ചൊല്ലിയെന്നാണ്. ബത്ലഹേമുണ്ട്, ബൈത്തുലഹം, ഈസാ നബി അലൈഹിസ്സലാം ജനിച്ച സ്ഥലമാണ്, ഫലസ്തീനിലുണ്ട്. അവിടെ ഉമർ തങ്ങളുടെ ഒരു പള്ളിയുണ്ട്, മസ്ജിദ് ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങളുടെ പള്ളി എന്നാണ് അതിന്റെ പേര്. അതിന്റെ തൊട്ടടുത്താണ് നാറ്റിവിറ്റി ചർച്ച് ഉള്ളത്. കനീസത്തുൽ വിലാദ, ഈസ നബിയെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന് ജന്മം കൊടുത്ത മറിയം ബീവി റളിയല്ലാഹു അൻഹ ഈസ നബിയെ പ്രസവിച്ച സ്ഥലം ആ ക്രിസ്തീയ ക്ഷേത്രത്തിനുള്ളിലാണ്. അതിന്റെ തൊട്ട് ഓപ്പോസിറ്റാണ് മസ്ജിദ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇതിന്റെ ചരിത്രം, മഹാനവറുകൾ അവിടെ വന്നപ്പോ അവിടുത്തെ ഭരണാധികാരികൾ മഹാനവറുകളെ താക്കോലേൽപ്പിക്കാൻ വേണ്ടി മസ്ജിദുൽ അഖ്സയുടെ ഭരണം ഉമർ തങ്ങളുടെ കയ്യിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു എന്ന് ഉമർ തങ്ങളെ നേരിട്ട് വിളിപ്പിച്ചു. യുദ്ധം നടക്കുമ്പോ അവര് പറഞ്ഞു, യുദ്ധം ചെയ്യലിൻ, രക്തച്ചൊരിച്ചിലില്ലാതെ അഖ്സായുടെ ഈലിയായിന്റെ ഭരണം മുസ്ലിമീങ്ങളുടെ നേതാവിന് ഞങ്ങൾ നൽകാം, പക്ഷേ നിങ്ങളുടെ ഖലീഫ നേരിട്ട് വരണം, ഉമർ തങ്ങളുടെ കയ്യിൽ ഞങ്ങൾ കൊടുക്കാം. ഉമർ തങ്ങൾ ശത്രുക്കളെ വെട്ടിനുറുക്കിയ ക്രൂരനാണ് എന്ന് പറയുന്ന ആളുകൾ ഈ ചരിത്രക്കൊന്ന് മനസ്സിലാക്കണം. ഉമർ തങ്ങൾ നിസ്കാരത്തിന് സമയമായപ്പോ ചോദിച്ചു, എനിക്ക് നിസ്കരിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പൊ അവര് കനീസത്തുൽ വിലാദ എന്ന നാറ്റിവിറ്റി ചർച്ച്, ആ ചർച്ചിനകത്ത് നമുക്കൊക്കെ പോകാൻ പറ്റും. അതിന്റെ അകം ഈസ നബി ജന്മം കൊണ്ട സ്ഥലം ഒരു നക്ഷത്രം വെച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ മഹാനവറുകളോട് പറഞ്ഞു, ഇവിടെ നിസ്കരിച്ചോളൂ, ഈ പള്ളിയിൽ ഞങ്ങളുടെ ദേവാലയത്തിൽ നിങ്ങൾക്ക് നിസ്കരിക്കാം, ഞങ്ങൾ മാറിത്തരാം. മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനിവിടെ നിസ്കരിച്ചാൽ പിൻഗാമികളായ മുസ്ലിമീങ്ങൾ വന്നിട്ട് പറയും, ഞങ്ങളുടെ നേതാവ് നിസ്കരിച്ചു പോയ പള്ളിയാണിത്, അതുകൊണ്ട് ഈ ദേവാലയം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളിൽ നിന്ന് അവർ പിടിച്ചടക്കും, അതുകൊണ്ട് എനിക്ക് നിസ്കരിക്കാൻ വേറെ ഒരു സ്ഥലം സൗകര്യപ്പെടുത്തി തന്നാൽ മതി, ഇവിടുന്ന് ഞാൻ നിസ്കരിക്കണില്ല. പിൽക്കാലത്ത് അവകാശവാദം വരും, ഞങ്ങളുടെ നേതാവ് നിസ്കരിച്ചിട്ടുണ്ട് ഈ ചർച്ചിന്റെ ഉള്ളിൽ നിന്ന്, അതുകൊണ്ട് ഞങ്ങളുടെ പള്ളിയാണിത് എന്ന് മുസ്ലിമീങ്ങൾ പറയും, അതുകൊണ്ട് എനിക്ക് വേറൊരു സ്ഥലം തന്നേക്കൂ എന്ന് പറഞ്ഞ് തൊട്ടപ്പുറത്ത് നിസ്കരിച്ച സ്ഥലത്താണ്, ആ ഇടത്താണ് ഇന്ന്
മസ്ജിദ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പള്ളിയുള്ളത് ബൈത്തുൽ ലഹ്മിൽ ബത്ലഹേമിൽ. ആ മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്തൊരു ദീർഘദൃഷ്ടിയല്ലേ, എന്തൊരു ദീർഘദൃഷ്ടി. മഹാനായ ഉമർ തങ്ങളെ കാണുമ്പോ കുട്ടികളൊക്കെ ഓടി മറയാൻ, പേടിച്ചുകൊണ്ട് ഓടുകയാണ്. അങ്ങനെ ഒരു മഹാബത്തും ഒരു വഖാറും ഒരു സക്കീനത്തും ആ മുഖത്ത് കാണുമായിരുന്നുവെന്നാണ്. പേടിക്കുന്നതാണ് ഉമർ തങ്ങൾ വരുമ്പോഴേക്ക് എല്ലാവരും ഓടും. ശൈത്താൻ വരെ ഓടുന്നല്ലേ മുത്തനബി തങ്ങൾ പറഞ്ഞത്, പിശാച് ഓടിപ്പോകുന്നു. ഉമറേ ലൗ സലക്ത ഫജ്ജൻ, നിങ്ങളൊരു വഴിയിലൂടെ കടന്നു വരികയും അതേ വഴിയിലൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് പിശാച് വരികയുമാണെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ പിശാച് അവിടെ നിന്ന് ഓടി വേറെ വഴിക്ക് പോകും ഉമറേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ കുട്ടികളും ഓടിയിട്ട് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഇബ്നു അവ്വാം മാത്രം ഓടാതിരുന്നപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവർ ചോദിച്ചു, മോനെ എന്തേ നിന്റെ കൂട്ടുകാരൊക്കെ ഓടിയ പോലെ നീ ഓടാതിരുന്നത്? 8 വയസ്സുള്ള കുട്ടിയുടെ പക്വതയെ ഞാൻ ഈ പറയാൻ പോണത്. 8 വയസ്സുള്ള കുട്ടി. ആ മോൻ പറഞ്ഞു, ലം ഉഖ്തിഇ ലിഅഫിറ, ഞാൻ ഓടിപ്പോ വേണമെങ്കിൽ വല്ല തെറ്റും ചെയ്യണ്ടേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഞാൻ ഓടിമറയേണ്ടത്? വലം യകുനി ത്വരീഖു ളയ്യിഖൻ ലിയുവസ്സിഅ ലക ത്വരീഖ്, ഈ വഴിയിലൂടെ നിങ്ങൾ വരുമ്പോ ഈ വഴി വളരെ നാരോ ആണെങ്കിൽ, ഇടുങ്ങിയ വഴിയാണെങ്കിൽ നിങ്ങൾക്ക് പോവാൻ വേണ്ടി ഞാൻ മാറിത്തരണം. ഈ വഴിയിൽ ഉമറേ നിങ്ങൾക്കും വേറെ കുറെ ആളുകൾക്കും ഒരുമിച്ച് നടക്കാനുള്ള സ്ഥലവുമുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങ് മാറി നിന്നാൽ പോരെ, എന്തിന് ഞാൻ ഓടിപ്പോവണം? ഞാൻ കുറ്റവാളിയല്ല, പിന്നെ വഴിയിൽ സ്ഥലമുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിന്നു എന്ന് തന്റെ ഇടത്തോട് അമീറുൽ മുഅ്മിനീനോട് പറയാൻ ധൈര്യപ്പെട്ട കൊച്ചുമോനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ ഒന്നുകൂടെ ചോദിച്ചു, ലിമലം തൽഅബ് മഅ അസ്ഹാബിക, നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം എന്തേ കുട്ടിയെ നിങ്ങൾ കളിക്കാൻ പോവാതിരുന്നത്? ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ആ ചെറിയ മോൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഇബ്നു അവ്വാം എന്നവർ പറഞ്ഞു, അൽഅബു മഅഹും ഹുവൈന, കുറച്ചു നേരം ഞാൻ കളിക്കുന്നുണ്ട്. വലം ഉഖ്ലഖ ലിഅൽഅബ, ഞാൻ കളിക്കാൻ വേണ്ടി പടക്കപ്പെട്ടവനല്ലല്ലോ അമീറുൽ മുഅ്മിനീൻ, കുറച്ചു നേരമാ ഞാൻ കളിക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പകലന്തിയോളം ക്രിക്കറ്റ് ബാറ്റ് പിടിച്ച് അല്ലെങ്കിൽ അതിന് കൂടെ നിന്ന് ഗ്രൗണ്ടുകളിൽ ചൂടും മഴയും വെയിലും കൊണ്ട് പകലന്തിയോളം കളിച്ചുകൊണ്ടിരിക്കുന്നവർ, കളി തന്നെ കളി, എപ്പോഴും കളി തന്നെ, കളിയല്ലാത്തൊരു വർത്തമാനമില്ല. ന്യൂസ് കാണുന്നത് സ്പോർട്സ് ന്യൂസുകൾ മാത്രം, ഒരു പത്രം വന്നാൽ സ്പോർട്സ് പേജുകളല്ലാതെ മറ്റൊന്നും മറിച്ചു നോക്കാത്ത എന്റെ ചെറുപ്പക്കാരായ കുട്ടികൾ, എന്റെ ചെറുപ്രായക്കാർ ഒന്ന് മനസ്സിലാക്കണേ. അൽഅബു മഅഹും ഹുവൈന, കുറച്ചു നേരം ഞാൻ കളിക്കും, ഞാൻ കുട്ടിയല്ലേ, എനിക്ക് കളിക്കണ്ടേ, കുറച്ചു നേരം കളിക്കും. വലം ഉഖ്ലഖ ലിഅൽഅബ, കളിക്കാൻ വേണ്ടിയല്ല അല്ലാഹു എന്നെ പടച്ചത് എന്ന് 8 വയസ്സുള്ളപ്പോൾ മറുപടി കൊടുത്ത മോനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു. വലം ഉഖ്ലഖ ലിഅൽഅബ, ഈ മറുപടി കേട്ടപ്പോൾ വല്ലാത്ത കൗതുകം. ഉമർ തങ്ങൾ ചോദിച്ചു, ഫലിമ ഖുലിഖ്ത, എന്തിനാ മോനെ പിന്നെ നിങ്ങൾ പടക്കപ്പെട്ടത്? എന്താ നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? ഈ ചോദ്യക്കാർ 8 വയസ്സുള്ള നമ്മൾ കുട്ടിയോട് ചോദിച്ചാൽ എന്താ പറയാ? 8 വയസ്സ് എന്തിനാ മോൻ ജീവിക്കണത്? എനിക്കൊരു ഫെറാരി വേണമെന്നാ പറയാ, ഒരു ലംബോർഗിനി വേണമെന്ന്. ചെറിയ കുട്ടികളാ പോയി പറയണത്, ചെറിയ മക്കളെ. അതിൽ പെട്രോളോ ഡീസലോ ഒഴിക്കാന്ന് വരെ അവർക്ക് ഇപ്പൊ അറിയില്ല, എന്നാലും ലംബോർഗിനി. സുബ്ഹാനല്ലാഹ്. ലിമ ഖുലിഖ്ത, എന്തിനാ മോൻ പടക്കപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോ കൊച്ചു അബ്ദുല്ലാഹി കൊടുത്ത മറുപടി, എന്റെ പൊന്നുമക്കളെ ഒന്ന് കേൾക്കണമേ. ലിയുഇസ്സൽ ഇസ്ലാം, എന്നെ കൊണ്ട് അല്ലാഹു ഇസ്ലാമിന് ഇസ്സത്ത് കൊടുക്കാൻ വേണ്ടിയാ ഞാൻ പടക്കപ്പെട്ടത്. ഇസ്ലാമിന് എന്നെ കൊണ്ട് അഭിമാനമുണ്ടാക്കി കൊടുക്കാൻ പറ്റണം, ഈ ദീനിന് അന്തസ്സുണ്ടാക്കി കൊടുക്കാനാ ഞാൻ വന്നത്. എന്റെ ജീവിത ലക്ഷ്യം മറ്റൊന്നുമല്ല, ദീനിന് അന്തസ്സുണ്ടാക്കലാണ്. എന്റെ അന്തസ്സുണ്ടാക്കലല്ല, ദീനിന്റെ അന്തസ്സുണ്ടാക്കി കൊടുക്കലാണ്. അതാണ് വളരെ മനോഹരമായ ഈമാനിക പ്രഭയിൽ, ഈമാനികമായ ശോഭയിൽ വളർന്നു വന്ന പിഞ്ചു മക്കളുടെ മനോഗതി. അങ്ങനെയാ നമ്മുടെ മുൻഗാമികളായ കൊച്ചു മക്കൾ ചിന്തിച്ചു പോയത്.
ഗെയിമുകൾ കളിച്ച് കളിച്ച് ബോറടിച്ച് ജീവിതം ബോറടിക്കുന്നു എന്ന് പറയുന്ന കൊച്ചുമക്കളൊന്നറിയണമേ, ജീവിത ലക്ഷ്യം കളിയാണോ അതല്ല അള്ളാഹുവിനെ മനസ്സിലാക്കലാണോ എന്ന്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ബിശ്ർ എന്ന് പറയുന്ന ഒരു സ്വഹാബി കടന്നു വരുന്നു. ബിശ്ർ റളിയല്ലാഹു അൻഹു ഹബീബായ നബിയെ കണ്ടപ്പോൾ നബിയോട് പറഞ്ഞു, ഉംദുദ് യദക ഉബായിഉക യാ റസൂലല്ലാഹ്, നബിയെ അങ്ങയുടെ പരിശുദ്ധമായ കൈ ഒന്ന് നീട്ടിത്തരുമോ? അങ്ങയോടൊന്ന് ബൈഅത്ത് ചെയ്യാനാ നബിയെ, അങ്ങയോട് ഞാൻ കൈ പിടിച്ചു വാക്ക് തരാം, അങ്ങയുടെ പരിശുദ്ധമായ കൈ എനിക്ക് നീട്ടിത്തരുമോ എന്ന് ഹബീബിനോട് ചോദിച്ച ബിശ്ർ റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ കൈ നീട്ടിക്കൊടുത്തു. നബി തങ്ങളുടെ കൈ പിടിച്ച് പ്രോമിസ് ചെയ്യാൻ പോവാൻ, വാക്ക് കൊടുക്കാൻ പോവാണ്. ആ സമയത്ത് ബിശ്ർ എന്ന ചെറുപ്പക്കാരൻ ഹബീബായ നബിയോട് പറഞ്ഞു, നബിയേ, ലാ അസ്തതിഉ സ്വദഖത വലൽ ജിഹാദ്, നബിയേ അല്ലാഹുവിന് വേണ്ടി ചോര ചിന്തി മരിക്കാൻ മാത്രം എന്നോട് പറയരുത് നബിയേ, എനിക്ക് ചോര കാണുന്നത് പേടിയാ, അതുകൊണ്ട് ഞാനത് ചെയ്യില്ല. വല സ്വദഖ, ദാനം ചെയ്യില്ല. 5 പൈസ നബിയെ എന്റെ കുട്ടികൾക്കും മക്കൾക്കുമല്ലാതെ ഒരു പാവപ്പെട്ടവനും ഞാൻ കൊടുക്കില്ല. ആ ഒരൊറ്റ വിഷയമുള്ളൂ, ബാക്കി എല്ലാറ്റിനും ഞാൻ റെഡിയാണ്. പൈസ കയ്യിലുണ്ടായിട്ട് 5 പൈസ ബക്കറ്റ് ഇട്ട് കൊടുക്കാത്തവരുണ്ടാവും ചിലപ്പോ. അത് പിന്നെ കൊടുക്കാന്ന് പറയാൻ കൊടുക്കൂല, അത് ഇബ്ലീസിന്റെ പണിയാണ്. അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ. പൈസ ഒക്കെ ഉണ്ട്, അതിപ്പോ ഇനി നാളെ മറ്റേ അവിടെ കൊടുക്കണ്ടേ, വേറെ വഴിക്കൊക്കെ വരാനുണ്ടാവും. എന്നാലും ഒരു നല്ല അവസരം വരുമ്പോ നഷ്ടപ്പെടുത്തി കളയാ. വലൽ ജിഹാദ്, ലാ അസ്തതിഉ സ്വദഖത വലൽ ജിഹാദ്, ജിഹാദിന്റെ ധർമ്മസമരത്തിന് പോവാനോ സ്വതക്ക കൊടുക്കാനോ എന്നെ കൊണ്ട് പറ്റില്ല നബിയെ, ബാക്കി എല്ലാറ്റിനും ഞാൻ റെഡിയാണ്. കൈയൊന്ന് തരൂ, ഞാനൊന്ന് കൈയടിച്ച് ബൈഅത്ത് ചെയ്യട്ടെ, കൈപിടിച്ച് ബൈഅത്ത് ചെയ്യട്ടെ എന്ന് ഹബീബായ നബിയോട് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈയങ്ങ് തിരിച്ചു പിടിക്കുകയും അവിടുത്തെ മുഖം ചുളിയുകയും ചെയ്യുകയാണ്. നബി തങ്ങൾ മുഖം ചുളിക്കുകയും പരിശുദ്ധമായ കൈ വലിക്കുകയും ചെയ്തു. വഖാല ഇദാ ലാ സ്വദഖത വലാ ജിഹാദ ഫഅലാ മാ തുബായ, പാവപ്പെട്ടവർക്ക് കൊടുക്കാനും ധർമ്മം ചെയ്യാനും തന്റെ കൂടെയുള്ള ആളുകളെ ശ്രദ്ധിക്കാനും അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനും അള്ളാഹ്ക്ക് വേണ്ടി പോരാടാനും നിന്നെ കൊണ്ടാവില്ലെങ്കിൽ എന്തിനാ ബിശ്റേ നിങ്ങൾ എന്റെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്യേണ്ടത്? എന്തിനാ പിന്നെ നിങ്ങൾ എനിക്ക് വാക്ക് തരുന്നത് എന്ന് പറഞ്ഞ് കൈ കൊടുക്കാതിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പക്കാരിൽ ഉത്തരവാദിത്വ ബോധം വളർത്തുകയാണ്. ഇവിടെ നബി തങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു ഒരു കച്ചവട സംഘം, ഒരു വഫദ്, ഒരു നിവേദക സംഘം, ഒരു കൂട്ടം ഗോത്ര തലവന്മാരും നേതാക്കന്മാരും വന്ന കൂട്ടത്തിൽ നല്ലൊരു ചെറുപ്പക്കാരനും വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് ബൈഅത്ത് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പൊ കൂട്ടത്തിൽ നല്ലൊരു ചെറുപ്പക്കാരുണ്ട്, അത്യാവശ്യം കാണാനൊന്നും തിരക്കേടില്ല, നല്ല ചെറുപ്പക്കാരൻ. വേറെ കുറെ മുതിർന്ന ആളുകളാണ് ആ സംഘത്തിലുള്ളത്. വല്ലാത്ത രസമുള്ള സംഭവമാണ്. മദീനയിലൂടെ നടന്നു വരുന്ന ഹബീബ് മദീനയിലാ ഉള്ളത്. ഹബീബിനെ കാണാനും അവിടുത്തെ കൈപിടിച്ച് അള്ളാഹുവിന് വേണ്ടി നബിയെ അങ്ങയോടൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. ഇതാണ് ബൈഅത്തിന്റെ അർത്ഥം. ജീവനാണെങ്കിൽ ജീവൻ, ചോരയാണെങ്കിൽ ചോര. ഇതൊക്കെ രാഷ്ട്രീയത്തിന് കുടിപിടിക്കാൻ പറയുന്നവരുണ്ട്. ഇതൊക്കെ അള്ളാഹ്ക്ക് വേണ്ടി പറയാൻ ഇച്ചിരി ബേജാറായിരിക്കും. ചോരയാണെങ്കിൽ ചോര തരാന്നൊക്കെ ചിന്താവാതില്ലേ? അള്ളാഹ്ക്ക് വേണ്ടി നമുക്ക് പറയാൻ ധൈര്യമുണ്ടോ? തക്ബീർ എല്ലുമ്പോൾ തന്നെ ഒച്ചങ്ങ് വരുന്നില്ല, ചിന്താവാദിന്റെ ഉഷാറൊന്നും കിട്ടണില്ല. തക്ബീർ എല്ലുമ്പോ എന്തേ നമുക്ക് പറ്റിയെന്നാവല്ലേ? ഇവിടെയാണ് ഏത് മരുന്ന് കൊടുത്താലും അപ്പൊ ഇത് ശരിയാവാന്നാ പറയാത്തത്. എവിടെ ഇപ്പൊ കുഴപ്പം പറ്റിയത്? ഹബീബായ നബി തങ്ങളോട് ബൈഅത്ത് ചെയ്യാൻ വന്നിരിക്കുന്ന ആ ഒരു സംഘത്തിലുണ്ട് ഒരു ചെറുപ്പക്കാരൻ. മദീനയുടെ വഴികളിലൂടെ നടന്നു വരുമ്പോൾ ഒരു പെണ്ണിനെ കാണാനിടയായി. മദീനയിലെ വഴികളിൽ ഫജദബഹാ മിൻ സിയാബിഹാ, മദീനയിലെ സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോ
ഏതോ നാട്ടിൽ നിന്ന് മദീനയിലേക്ക് വന്ന ആ സംഘത്തിന്റെ കൂടെയുള്ള ഈ ചെറുപ്പക്കാരൻ ആ പെണ്ണിന്റെ വസ്ത്രം പിടിച്ചൊരു വലിച്ചു. പൂവാലന്മാരൊക്കെ പെണ്ണുങ്ങളെ പിന്നാലെ കൂടുന്ന പോലെ ഒരു പൂവാലനായ ഒരു പെണ്ണിനെ വലിച്ചു ഇയാൾ. സംഭവം തലേന്ന് രാത്രി കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെയാണ് ഹബീബിനെ കാണാനുള്ള മുഹൂർത്തം. ഹബീബിനെ കാണാനുള്ള സമയം രാവിലെയാണ്. ഓരോരുത്തരും അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ച് ഉബായിഉക യാ റസൂലല്ലാഹ്, നബിയേ അങ്ങയുടെ കൈ പിടിച്ച് ഞാനിതാ വാക്ക് തരുന്നു, അള്ളാഹുവിന് വേണ്ടി അങ്ങ് എന്ത് പറയുന്നുവോ ചെയ്യാൻ ഒരുക്കമാണ് നബിയെ എന്ന് ഓരോരുത്തരും നബിയുടെ കൈ പിടിച്ച് പറയാൻ പോകുമ്പോ ഈ ചെറുപ്പക്കാരന്റെ ഊഴം വന്നപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കൈപിടിക്കാൻ വന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോ അള്ളാഹുവിന്റെ ഹബീബ് കൈപിടിച്ചു, കൈ ഇങ്ങോട്ട് മാറ്റിപ്പിടിച്ചു. അലസ്ത അന്ത സ്വാഹിബൽ ജബീദതി ബിൽ അംസ്, ഇന്നലെ ആ പെണ്ണിനെ അങ്ങാടിയിൽ നിന്ന് വലിച്ചവനല്ലേ നീ? നിന്റെ കൈയിന് ഞാൻ ബൈഅത്ത് തരാൻ ഒരുക്കമല്ല മോനെ, നിന്റെ കൈ എന്റെ കയ്യിൽ വരേണ്ടതില്ല. ഇന്നലെ ഒരു പെണ്ണിനെ നീയല്ലേ വലിച്ചത്, നീയല്ലേ ഒരു പെണ്ണിനെ ഇന്നലെ കയറി പിടിച്ചത്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, എന്റെ കൈ നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരന് ബൈഅത്തിന് കൈ നീട്ടിയില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ പശ്ചാത്തപിക്കുന്നത്, തൗബ ചെയ്യുന്നത്, വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ കൈയൊന്നു തരൂ എന്ന് പറഞ്ഞു. ഇദൻ വല്ലാഹി ലാ ഉബായിഉക അബദാ, ഒരു പെണ്ണിനെ കയറി പിടിച്ച നിന്റെ കൈ ഞാൻ ഒരിക്കലും പിടിക്കില്ല മോനെ, ഞാൻ കൈതരില്ല. വല്ലാഹി എന്ന് നബി തങ്ങൾ അല്ലാഹുവിൽ ആണയിട്ട് പറഞ്ഞു. വല്ലാഹി നിനക്ക് കൈതരാൻ ആവില്ലെന്ന് പറയുകയും നബിതങ്ങൾ മുഖം തിരിക്കുകയും ചെയ്തു. മുഖം തിരിച്ചു നബിതങ്ങൾ. ചെറുപ്പക്കാരനങ്ങ് നിലവിളിച്ചു. ഈമാനിന്റെ ശകലങ്ങൾ എവിടെയോ ബാക്കിയുണ്ട്. പക്ഷേ തിന്മകൾ കാണുമ്പോൾ അറിയാതെ സ്വയം മറന്നു പോകുന്ന നമ്മുടെ ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഒരു ചിത്രം. കള്ളുകൂടി ഹറാമാണെന്നറിയാം, പക്ഷെ ഒരു കല്യാണ സദ്യ വരുമ്പോഴേ, ന്യൂ ഇയർ ഒക്കെ വരുമ്പോഴേ, മറ്റേതെങ്കിലും കൂട്ടുകാരുടെ കൂടെ അങ്ങ് ബാംഗ്ലൂരിലേക്കോ ഊട്ടിയിലേക്കോ എവിടേക്കെങ്കിലും ദൂരേക്ക് യാത്ര പോകുമ്പോഴേ എല്ലാ മസാലകളും മറന്നു പോകുന്ന ചെറുപ്പക്കാരെ പോലെ അവർക്കറിയാം ഇത് പറ്റില്ല, പക്ഷേ തിന്മ കാണുമ്പോഴേക്കും മറന്നു പോകുന്നു. ആ രീതിയിൽ മദീനയിലെ ഒരു പെണ്ണിനെ കണ്ടപ്പോ അവളുടെ ഡ്രസ്സ് പിടിച്ചു വലിച്ചിരുന്ന ഒരു പെണ്ണിനെ കൈകൊണ്ട് നീട്ടിപ്പിടിച്ച ആ ചെറുപ്പക്കാരനോട്, നിനക്ക് ഞാൻ വല്ലാഹി ലാ യുബായിഉക അബദാ, അല്ലാഹനെ വെച്ച് ഞാൻ പറയട്ടെ മോനെ, നിന്റെ കൈ പിടിക്കാൻ അല്ലാഹന്റെ ദൂതനായ എനിക്ക് കഴിയില്ല എന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ അട്ടഹസിച്ചു, സ്വറഹ, നിലവിളിച്ചു കരഞ്ഞുപോയി. ലാ യാ റസൂലല്ലാഹ്, ഇല്ല നബിയേ, ഇല്ല നബിയേ, ഇല്ല, ലൻ നഊദ ലഹാ അബദാ, നബിയേ ഞാൻ ഒരിക്കലും ഇനി ഒരു പൂവാലനായി ജീവിക്കില്ല നബിയേ, ഞാൻ ഒരിക്കലും ഒരു പെണ്ണിന്റെ അട്രാക്ഷൻ കിട്ടാൻ വേണ്ടി ജീവിക്കില്ല നബിയേ, ഞാൻ ഒരിക്കലും അന്യ പെണ്ണുങ്ങളുടെ കൂടെ പോകില്ല നബിയേ, വല്ലാഹി ലൻ നഊദ അബദാ, മുത്ത് നബിയെ അങ്ങയുടെ മുമ്പിൽ വെച്ച് വാക്ക് തരട്ടെയോ, ഞാൻ ഒരിക്കലും ആ തിന്മയിലേക്ക് പോവില്ലെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് താണുകേണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോഴാണ് നഅം ഇദൻ ഉബായിഉക, എങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൈ തരാമെന്ന് പറഞ്ഞ് ആ പിൻവലിച്ച കൈ ഹബീബ് നീട്ടിക്കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ ശൈലി മാറ്റങ്ങൾ വേണമെന്ന്, കാര്യബോധമുള്ളവരായി ജീവിക്കണമെന്ന്, പെൺപിള്ളയുടെ പിന്നാലെ ഓടാനല്ല യുവാവേ നിന്റെ ജീവിതമെന്ന് തിരിച്ചറിവ് കൊടുക്കാൻ അല്ലാഹുവിന്റെ റസൂൽ ഒരു ചെറുപ്പക്കാരന് കൈനീട്ടാതെ പിടിച്ചു വച്ചത് ഈ ഉമ്മത്തിന്റെ ആയിരക്കണക്കിന് മക്കൾക്ക് മാതൃകയാണിത്. ആയിരക്കണക്കിന് നമ്മുടെ മക്കൾക്ക് മാതൃകയാണിത്. ജീവിതം പെണ്ണുങ്ങൾക്ക് വേണ്ടി എന്ന് മാറ്റിവെച്ചവർ,
മദ്യപാനത്തിന് വേണ്ടി എന്ന് മാറ്റിവെച്ചവർ, മറ്റെന്തിനോ എന്ന് മാറ്റിവെച്ചവർ, ആർഭാടങ്ങൾക്ക് പിന്നിൽ, മ്യൂസിക്കിന്, പാട്ടിന്, സിനിമയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരുടെ മുമ്പിലാണ് ഒരു പെണ്ണിനെ പിടിച്ചു വലിച്ചതിന്റെ പേരിൽ എന്റെ കൈ നിനക്ക് തരില്ല എന്ന് അള്ളാഹുവിൽ ആണയിട്ട് നബി തങ്ങൾ പറയുകയും ആ വാക്ക് കേട്ട് മനം പൊട്ടിക്കരയുകയും ചെയ്ത ഒരു ചെറുപ്പക്കാരന്റെ പശ്ചാത്താപവും തൗബയും നമ്മുടെ കൽബുകളിലൂടെ ഈ നേരം ഒന്ന് ഒഴുകി വന്നിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ആകാശ ലോകത്ത് നിന്ന് അവന്റെ റഹ്മത്തിന്റെ വർഷം ഈ സദസ്സിലേക്ക് അള്ളാഹു തരും. നമ്മുടെ കൽബെന്നൊരു തൗബ വരട്ടെ. റബ്ബേ, ചെയ്തു പോയ പാപങ്ങൾ, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പക്ഷേ ബോധമുണ്ടായിരുന്ന കാലം, നമ്മൾ പറയും കുട്ടികളല്ലേ, എന്തു കുട്ടി? ഇദാ യുമയ്യിസുൽ വലദുൽ യമീന മിനൽ യസാർ, ഒരു കുട്ടിക്ക് വലതേതാണ് ഇടതേതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ ഫഅല്ലിമൂഹു സ്വലാഹ്, അവനോട് നിസ്കരിക്കാൻ പറയണമെന്ന് പറഞ്ഞ അലിമീങ്ങളുണ്ട്. വകതിരിവ് എന്ന് പറഞ്ഞാൽ അത്രയേ വേണ്ടൂ. അതിനപ്പുറത്തേക്ക് നമ്മുടെ മക്കൾ വളർന്നു കഴിഞ്ഞിരിക്കെ, കാര്യബോധങ്ങൾ ഉണ്ടായിരിക്കെ, നന്മ തിന്മകൾ എന്താണെന്ന് വേർതിരിച്ചറിയാനുള്ള വിശേഷ ബുദ്ധി ഉണ്ടായിരിക്കെ, നമ്മുടെ കലാലയങ്ങളിൽ, നമ്മുടെ സ്കൂളുകളിൽ, കലോത്സവങ്ങളുടെ പിറകിൽ, സ്കൂളിൽ പോകുന്ന ടൂറുകളുടെ മറവിൽ, ക്യാമ്പസുകളിൽ, ഹോസ്റ്റലുകളിൽ നമ്മുടെ മക്കളൊക്കെ ചെയ്തു കൂട്ടുന്ന തിന്മകൾ, അള്ളാഹുവിനോട് അവരൊക്കെ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ടോ? പശ്ചാത്തപിച്ചു മടങ്ങിയിട്ടുണ്ടോ? കോളേജിൽ പഠിക്കുമ്പോൾ അത് രസമല്ലേ? ഒരു ഗേൾ ഫ്രണ്ട് ഇല്ലെങ്കിൽ, ഒരു ബോയ്ക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഇല്ലെങ്കിൽ പിന്നെ കളിയാക്കാൻ നീ ആണെന്നെയാണോ, ഞങ്ങളൊന്ന് അയച്ചു നോക്കണോ എന്നൊക്കെ കളിയാക്കി ചോദിക്കുന്ന കാലത്താണ് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ ഇസ്ലാം വേറിട്ട് നിന്നുകൊണ്ടാണ് തുടങ്ങിയത്. ഇസ്ലാം വേറിട്ട് നിൽക്കുന്നു. എല്ലാരും ചെയ്യുന്ന കുത്തൊഴുക്കിനല്ല ഇസ്ലാം വേറിട്ട് നിൽക്കുന്നു നന്മയുടെ പക്ഷത്ത്. സമൂഹം മുഴുവൻ തിന്മ ചെയ്താലും ഞാൻ അവരോടൊപ്പമാണ് എന്നല്ല പറയേണ്ടത്. സമൂഹം മുഴുവനും തിന്മ ചെയ്താലും ഞാൻ ഒറ്റക്ക് നന്മയുടെ പക്ഷത്താണ്. ആ ചങ്കൂറ്റമാണ് ഒരു സത്യവിശ്വാസിക്ക് വേണ്ടത്. അങ്ങനെയാണ് ഒരു മുസ്ലിം വേറിട്ട് നിൽക്കുന്നത്. എല്ലാരും ഒരു കാര്യം ചെയ്യുമ്പോ ഞാനത് ചെയ്യില്ലെന്ന് പറഞ്ഞു നിന്നവരാ മുസ്ലിമീങ്ങൾ. ജാഹിലിയ്യ കാലത്ത് എല്ലാരും കള്ളു കുടിച്ചപ്പോ ഞങ്ങളത് ചെയ്യില്ലെന്ന് പറഞ്ഞപ്പോ വേറിട്ട് നിന്നവരാ മുസ്ലിമീങ്ങൾ. വ്യഭിചാരികളും വ്യഭിചാരിണികളും ഉണ്ടായപ്പോ ഞങ്ങളത് ചെയ്യില്ലെന്ന് പറഞ്ഞവരാ മുസ്ലിമീങ്ങൾ. പലിശ ഇടപാടുകളും കച്ചവടങ്ങളും പലിശയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഉണ്ടായപ്പോ അള്ളാഹു പലിശ ഹറാമാക്കി എന്ന് പറഞ്ഞ് വേറിട്ട് നിന്നവരാണ് മുസ്ലിമീങ്ങൾ. ആ എല്ലാരും കൗതുകത്തോടെയാ നോക്കിയത്, ഈ കൗമിന് എന്ത് പറ്റി? അങ്ങനെയാ ഇസ്ലാം തുടങ്ങിയത്. ഇനി എന്താ നബി പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം? വസയഊദു കമാ ബദഅ, ആ തുടങ്ങിയിടത്തേക്ക് തന്നെ ഇസ്ലാം തിരിച്ചു പോകും. തുടങ്ങിയിടത്തേക്ക് തിരിച്ചു പോകും. എല്ലാവരും തിന്മയാണ്. അതിൻ്റെ ഇടക്ക് എല്ലാവരും ഗാനമേളയിലാണ്, ഉത്സവത്തിലാണ്, ആനന്ദലഹരിയിലാണ്. ആ നേരത്താണ് അതിനൊന്നും പോവാതെ അല്ലാഹു അക്ബർ എന്ന നിസ്കാരത്തിന്റെ സമയമായപ്പോ ഞാൻ നിസ്കരിക്കട്ടെ, എന്റെ നിസ്കാരത്തിന്റെ സമയമാണിതെന്ന് ഒരു മുസ്ലിം തന്റെ ക്യാമ്പസിനുള്ളിൽ നിസ്കാരം നിലനിർത്തുമ്പോ എല്ലാവരും ചൂണ്ടുവിരൽ ചൂണ്ടി ചോദിക്കും, ഇവൻ എന്തു പറ്റി, തലക്ക് വല്ല കുഴപ്പമുണ്ടോ? എല്ലാ പെൺകുട്ടികളും ബോയ് ഫ്രണ്ടുകളുടെ കൂടെ തോളിൽ പിടിച്ച് പെണ്ണിന്റെ ലജ്ജയും നാണവും പോലും ഇല്ലാതെ ആൺകുട്ടികളോട് ഇങ്ങോട്ട് കൊഞ്ചാൻ വരുന്ന തോന്നിവാസത്തിലേക്ക് നമ്മുടെ പെൺമക്കൾ തിരിഞ്ഞു നടന്നപ്പോ ഹിജാബ് ധരിച്ച അച്ചടക്കത്തോടുകൂടെ ഒരു പെൺകുട്ടി നടന്നു പോകുമ്പോഴാ ചോദിക്കുന്നത്, ഇവൾ പെണ്ണ് തന്നെയാണോ? ഇവൾക്ക് സ്ത്രൈണഭാവങ്ങളില്ലയോ? ഇവൾക്ക് ബോയ് ഫ്രണ്ട് വേണ്ടേ? ഇവൾക്ക് വൈകാരികത ഇല്ല? ഇവൾ ചെറുപ്പക്കാരി തന്നെ അല്ലേ എന്നൊക്കെ ഒരു പെൺകുട്ടിയെ കളിയാക്കി ചോദിക്കുന്ന കാലത്തേക്ക് ഇസ്ലാം തിരിച്ചു വരുമെന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വേറിട്ട് നിൽക്കുന്ന കുറച്ചാളുകളെ ഉണ്ടാകൂ. എല്ലാവരും തിന്മയിൽ. ആ വേറിട്ട് നിൽക്കുന്ന ആളുകൾ ആരോ അവർക്കാണ് സർവമാന നന്മകളുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ ഖുറബായിൽ നമ്മെ ചേർത്തി തരട്ടെ. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്തല്ലേ, സ്റ്റേജും ഉള്ളവരൊന്ന് എഴുന്നേൽക്കണ്ടേ. صلوا على النبي محمد وآله. اللهم صل على وعلى آل سيدنا محمد
വബാരിക് വസല്ലിം അലൈഹി. നമ്മളാ സിന്ദാബാദ് വിളിക്കണ ഒച്ചല്ലേ, അതുകൊണ്ട് വരട്ടെ, ഉറക്കണ ചൊല്ലിയാട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ, മാഷാ അല്ലാഹ്, മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. നമ്മുടെ ജോലികളിൽ, കച്ചവടങ്ങളിൽ, മക്കളിൽ, കുടുംബത്തിലെല്ലാം അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഹബീബിന്റെ റൗദയിലേക്ക് ഉയരുന്ന സ്വലാത്തിന്റെ മന്ത്രങ്ങളാണ് ഈ ചൂടുള്ള നേരത്തും നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ആ സ്വലാത്തിന്റെ തണുപ്പിൽ ഹബീബായ ഹബീബിന്റെ മുത്തുനബി തങ്ങളുടെ കൊടിക്ക് കീഴിൽ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുക്കട്ടെ, നമ്മുടെ ഉസ്താദുമാർക്ക് അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ജസാക്കുമുല്ലാഹ് ഖൈർ. ചൂടുക്കുണ്ടോ? നിർത്താനായോ? എനിക്ക് ചൂടുത്തിട്ട് തോന്നുന്നു നിങ്ങൾക്കൊക്കെ ചൂടൊക്കെ ഉണ്ടാവും. ഇയാളെ നിർത്തിയാ പോകാനെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടാവും. നിർത്താണോ? കീപ് ഗോയിങ്. എന്താണ് കീപ് ഗോയിങ്? ചിലപ്പോ ചൂടുത്തിട്ടേ ചെറിയ മക്കളൊക്കെ ആയിട്ട് ഉമ്മാര് വന്നിട്ടുണ്ടാവും. പാപ്പാരോടെ സുഖമായിട്ട് ഇങ്ങനെ വീശിയിരിക്കുന്നുണ്ടാവും. ഉമ്മാക്ക് അറിയുള്ളൂ ആ കുഞ്ഞിനേറ്റിരിക്കുന്ന വിഷമം. നാളെ വല്ല നീരൊക്കെ ഉണ്ടായാൽ നിങ്ങൾ പറയാം മൂലയിൽ നിർത്തേണ്ട വേല്, തലയൊക്കെ വീർത്തിട്ട് കുളിച്ചിട്ട് നീരക്കം വന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ നാളെ കുറ്റം പറയോ? അള്ളാഹ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു എന്ന് പറയാം. അങ്ങനെ ആശ്വസിച്ചൂടെ? എന്തില്ല, യുദ്ധം ബദറൊന്നും പഞ്ഞില്ല. ഇങ്ങനെയൊക്കെ തന്നെ ബദർ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സംസ്കാരത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരല. അള്ളാഹു അതിന് തൗഫീക്ക് തരട്ടെ. സർവമാന മടിയും ആലസ്യങ്ങളൊക്കെ വെടിഞ്ഞ് ഇസ്ലാമിന്റെ കർമ്മഗോതയിലേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. മദ്രസയുടെ ഒരു വിഷയം വരുമ്പോ, പള്ളിയുടെ ഒരു വിഷയം വരുമ്പോ, ദീനി പ്രസ്ഥാനത്തിന്റെ ഒരു വിഷയം വരുമ്പോ ഞാനതിനുണ്ട്, ഞാനതിനൊരുക്കമാണ്. കമ്മിറ്റിക്കാർ ചെയ്തോട്ടെ എന്ന് പറയും. കമ്മിറ്റിക്കാർക്കും കുടുംബമുണ്ട് പൊന്നു മുഅ്മിനീങ്ങളെ. കുടുംബത്തിന്റെ മീതെ എക്സ്ട്രാ ചുമലിലേക്ക് കേൾക്കുന്നതായി പള്ളിയുടെ മദ്രസയുടെ ഒക്കെ ഉത്തരവാദിത്വം. സ്വന്തം കുടുംബത്തിന്റെ ടെൻഷൻ ഉണ്ടാവും, അതിന്റെ മേലെയാണ്. ഈ പള്ളി കമ്മിറ്റിക്കാർക്ക് ശമ്പളമൊന്നും ഇല്ലല്ലോ, നിങ്ങൾക്ക് അറിയില്ല? അത് ഉണ്ടോ? ശമ്പളം ഉണ്ടോ? ഇല്ല. എന്നൊരു 5 കൊല്ലം കഴിഞ്ഞ് അവരിറങ്ങി പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പീക്കിരി കുട്ടിയേക്കാരൻ വന്നിട്ട് ജനറൽ ബോഡി ഫിത്തന ഉണ്ടാക്കാൻ മാത്രം വരുന്ന 4-5 ആൾക്കാരുണ്ടാവും എല്ലാ മഹല്ലിലും. ഒരു 5 മതി, 500ന്റെ ഫിത്തിനേക്കാരം. ആ 100 റുപ്യക്ക് ബില്ലില്ല. ഇവിടെ 5 റുപ്യ കൊടുത്തിട്ടില്ല പള്ളിക്ക്. ലക്ഷങ്ങൾ കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്ത ആളായിരിക്കും ഈ പള്ളിന്റെ ഖജാഞ്ചി. ആ 100 റുപ്യന്റെ ബില്ല് ഇവിടെ അതുകൊണ്ട് കമ്മിറ്റി വിരിച്ചു വിടണം, ഞങ്ങൾ കൊണ്ടുവന്ന പാനൽ. അപ്പൊ ഇതൊക്കെ ദുന്യാവെന്ന് കിട്ടുള്ളൂ. ഇറങ്ങിപ്പോരുമ്പോ കുറെ ആക്ഷേപം, കുറെ കുറ്റപ്പെടുത്തല്, കുറെ കളിയാക്കല്, വലിയ ഭാരം ചുമരിലേറ്റുകയാണ്. ചെറുപ്പക്കാരൊക്കെ കൂടെ നിൽക്കുക. കമ്മിറ്റിക്കാര് ചെയ്തോട്ടെ, ഓരോ പണിയല്ലേ. എന്റെയും പണിയാണ്, എന്റെയും ജോലിയാണ്. പള്ളിയുടെയും മദ്രസയുടെയും ഒക്കെ കാര്യങ്ങൾ നന്നാക്കൽ എന്റെയും ബാധ്യതയാണ്. ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അപ്പോഴേ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ആശയങ്ങളെ കൊണ്ടുവരാൻ കഴിയുള്ളൂ. നമ്മൾ ഇടപെടുക, നമ്മൾ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യുക. ഫിത്തനയ്ക്ക് ഒരുപാട് ആൾക്കാർ, കുറച്ച് മതി, ബാക്കിയൊക്കെ പിശാച്ചാണ്. നമ്മൾ പറയില്ലേ 2 വിത്തേ ഉള്ളൂ നാട്ടില്, പക്ഷെ 200ന്റെ ഫിത്തനയാണ്. ആ 2ന്റെ ഒപ്പം ഒരു 200 ശൈത്താന്മാരുണ്ടാവും. അതാണ് വിഷയം. ഫിത്തനയുടെ കൂടെ പിശാചുക്കൾ ഉണ്ടാവും. അതുകൊണ്ട് നന്മയുടെ പക്ഷത്ത് കൂടെ നിൽക്കണം ആളുകൾ. നന്മയെ കൂടെ നിന്ന് വിജയിപ്പിക്കണം, ഹക്കിനെ വിജയിപ്പിക്കണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ, ഞാൻ എന്താ ചെയ്തു തരേണ്ടത് എന്ന് അങ്ങോട്ട് ചെന്ന് ചോദിച്ച് നന്മയുടെ വിഷയത്തിലേക്ക് ഇറങ്ങി പുറപ്പെടേണ്ട ആളുകളാണ് നമ്മൾ. അള്ളാഹു ആ രീതിയിലേക്ക് നമ്മുടെ സമയം, നമ്മുടെ ചുറ്റുപാടുകളൊക്കെ അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ റബ്ബ് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.